അപ്പോൾ നമ്മൾ യെസ്റ്റർഡേ പറഞ്ഞു നിർത്തിയത് കമ്മ്യൂണിക്കേഷൻ, അതായത് രണ്ട് പ്രോഗ്രാംസ്, രണ്ട് മെസ്സേജ് അല്ലെങ്കിൽ രണ്ട് ഒബ്ജക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യുന്നു, മെസ്സേജ് പാസ് ചെയ്യുന്നു. അതെങ്ങനെ പാസ് ചെയ്യുന്നു, അത് എൻ്റെ ചെറുതായിട്ടൊരു ഐഡിയ പറഞ്ഞു. അതായത് നമുക്കിപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ, സപ്പോസ് ദ ലാംഗ്വേജ് ഇസ് ജാവ. നിങ്ങളുടെ ബുക്കിൽ ഇപ്പം ജാവയുടെ പ്രോഗ്രാംസ് ആണ് കാണിച്ചിരിക്കുന്നത്. ദാറ്റ് വിൽ ഇംപ്ലിമെന്റ് an interface which is action listener. അപ്പൊ ആക്ഷൻ ലിസണർ എന്ന് പറയുന്ന ഇന്റർഫേസിൽ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരുപാട് മെസ്സേജ് പാസിങ് നടക്കുന്നത്. അവിടെ ഒരു ക്വസ്റ്റ്യൻ വരും, വാട്ട് ഈസ് ഇന്റർഫേസ്? ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ കണ്ടു, ഈസ് എ കളക്ഷൻ ഓഫ് ഡിക്ലെയർഡ് ഫങ്ഷൻസ്, നോട്ട് ഡിഫൈൻഡ് ഫങ്ഷൻ, കളക്ഷൻ ഓഫ് ഡിക്ലെയർഡ് ഫങ്ഷൻ. ഈ കളക്ഷൻ ഓഫ് ഡിക്ലെയർഡ് ഫങ്ഷൻ കമ്മ്യൂണിക്കേഷൻ പാസിങ്ങിന്റെ കാര്യത്തിൽ കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യാനുള്ള കുറെ ഫങ്ഷൻസ് ഡിക്ലെയർ ചെയ്തിട്ടിരിക്കുകയാണ് ഇൻ ദിസ് ആക്ഷൻ ലിസണർ എന്ന് പറയുന്ന ഇന്റർഫേസ്. അപ്പൊ ആക്ഷൻ ലിസണർ എന്ന് പറയുന്ന ഇന്റർഫേസിലെ ഈ കണക്ഷന് വേണ്ടിയിട്ടുള്ള വേണ്ട ഈ മെത്തേഡ്സിനെ എല്ലാം കൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വി വിൽ ഇംപ്ലിമെന്റ് ദാറ്റ് പെർട്ടിക്കുലർ ഇന്റർഫേസ് ആക്ഷൻ ലിസണർ. അപ്പം മെസ്സേജ് പാസിംഗ് ആണ് ശരിക്കും ഇന്നത്തെ നമ്മുടെ ടോപ്പിക്, ദാറ്റ് ഇസ് ബിഹേവിയർ മോഡൽ. അപ്പൊ മെസ്സേജ് പാസിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഒബ്ജക്റ്റ് വേറൊരു ഒബ്ജക്റ്റ്, ഇപ്പൊ നമ്മുടെ ഒരു മൊത്തം പ്രോജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് പ്രോജക്റ്റ് കൺസിസ്റ്റ് ഓഫ് ലോട്ട് ഓഫ് ഒബ്ജക്റ്റ്, നോട്ട് മൊഡ്യൂൾസ്. ദീസ് ഒബ്ജക്റ്റ് മസ്റ്റ് ഇന്ററാക്ട്, അല്ലെങ്കിൽ പിന്നെ പ്രോജക്റ്റ് റൺ ആവത്തില്ലല്ലോ. ദീസ് പ്രോജക്റ്റ് മസ്റ്റ് ഇന്ററാക്ട് ആൻഡ് ദാറ്റ് ഇന്ററാക്ഷൻ ഈസ് ഡൺ യൂസിങ് മെസ്സേജ് പാസിംഗ്. അതാണ് അതിന്റെ കോർ ആയിട്ടുള്ള ഐഡിയ. മെസ്സേജ് പാസിംഗ് വഴിയാണ് ഇതിന്റെ ഇന്ററാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോ ഇതിനകത്ത് കുറച്ച് മോഡൽസിനെ പറ്റി പറയും. വൺ ഈസ് ബിഹേവിയർ മോഡൽ. ഈ ബിഹേവിയർ മോഡൽ എന്ന് പറഞ്ഞാൽ അത് ദാറ്റ് വിൽ ഷോ ഇന്റേണൽ ലോജിക്. ഇന്റേണൽ ലോജിക് ഓഫ് ദ എൻറ്റയർ സിസ്റ്റം വിൽ ബി ഷോൺ ബൈ ദി ബിഹേവിയർ മോഡൽ. സിമിലർലി there is a use case diagram. This use case diagram will give a dynamic behavior of the system. Then there is action diagram. This action diagram will show flow of actions. Then there is interaction diagram. In interaction diagram, usually there is a class, a message, and an association of dependency or relation. Generally relation. In interaction എന്ന് പറഞ്ഞാൽ മെസ്സേജ് പാസിംഗ്. അപ്പോൾ ഒന്നുകൂടെ ജനറൽ ആയിട്ട് പറഞ്ഞാൽ we are concerned with the message passing between objects. In particular, Java supports this message passing using an interface called an action listener. Action listener is an interface. Now, action listener interface aanengil, that interface have to be implemented in your program to access methods from that interface. All those methods are declared only in that interface that we have to implement. അപ്പോൾ മെസ്സേജ് പാസിങ് നടക്കുന്നു. ദാറ്റ് മെസ്സേജ് പാസിങ് ഈസ് ഫോർ ദ ജാവ പ്രോഗ്രാം. ലോട്ട് ഓഫ് ഇന്റർഫേസസ് ആർ യൂസ്ഡ് ഫോർ മെസ്സേജ് പാസിങ്. നമ്മളിപ്പം വി ആർ കൺസേൺഡ് വിത്ത് ആക്ഷൻ ലിസണർ. ആക്ഷൻ ലിസണർ ഇസ് ആൻ ഇന്റർഫേസ്. ഇൻ ദിസ് ഇന്റർഫേസ് ദർ ആർ ലോട്ട് ഓഫ് മെത്തേഡ്സ്, ഡിക്ലെയർഡ് മെത്തേഡ്സ് ദാറ്റ് സപ്പോർട്ട് മെസ്സേജ് പാസിങ്. അപ്പൊ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ ഡിക്ലെയർഡ് ഇന്റർഫേസ് പറഞ്ഞു. പിന്നെ സിമിലർലി വി ഹാവ് ഷോൺ ദാറ്റ് there is a modular approach called a package. Package is a collection of classes. A class is a collection of objects. Package is a collection of classes. Package is a collection of classes. That means, suppose you are using a Java program or any object-oriented program, you have to import a package. For example, import java.io.star. Lot of packages, lot of classes in that package. There are sub-packages for that package also. That's an important concept. Then another concept is this interface where the methods are declared, not defined. In our case, we are using, in our examples, we are using action listener. ഞാൻ കാണിക്കാൻ പോകുന്ന ആക്ഷൻ ലിസണർ ആ ഇന്റർഫേസിൽ നമ്മളൊരു ബട്ടൺ യൂസ് ചെയ്തിട്ട് ഈ ബട്ടൺ പ്രസ് ചെയ്യുന്ന ബട്ടൺ 3 ബട്ടൺസ് ഉണ്ട് ആ പ്രോഗ്രാമിലാണ് എൻ്റെ ഓർമ്മ.
ആ 3 ബട്ടൺസ് വെച്ചുമ്പോൾ ഒരു ബട്ടണെ പ്രസ് ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ഡ്രോ എ സർക്കിൾ, അനദർ ബട്ടൺ ദാറ്റ് വിൽ ഡ്രോ എ ലൈൻ, ഇനി അനദർ ബട്ടൺ ദാറ്റ് വിൽ ഡ്രോ എ സിലിണ്ടർ. അങ്ങനെ ഒരു എന്താ പറയണ്ടേ, ഒരു അപ്പം അവിടെ നമ്മൾ വി ആർ പാസിങ് എ മെസ്സേജ്. ദ ബട്ടൺ, നമ്മൾ ബട്ടൺ പ്രസ് ചെയ്യും, ഇറ്റ്സ് ആൻ ഈവന്റ്. ഈ ഈവന്റ് സിഗ്നൽസ് എ മെസ്സേജ്. ബട്ടൺ പ്രസ് ഈസ് ആൻ ഈവന്റ്. നമ്മൾ ആ ബട്ടണെ പ്രസ് ചെയ്യും, by which we signal a message. Button will send this message to applet. Applet will respond, and that response is a method or an activity. അപ്പം ഇതാണ് നമ്മുടെ മെസ്സേജ് പാസിങ്ങിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് 2 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് കൂടെ നോക്കാനുള്ളത് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ആൻഡ് മൾട്ടി ത്രെഡിങ്. മൾട്ടി ത്രെഡിങ് മീൻസ്, നമ്മളത് OS-ൽ അതിന്റെ തിയറി പഠിച്ചിട്ടാണ്. മൾട്ടി ത്രെഡിങ് ഈസ് എന്നാ പറയുന്നത്, ഇൻഫിനിറ്റ് ലോക്കിംഗ് ഓഫ് എ റിസോഴ്സ്. ഒരു റിസോഴ്സ്, സപ്പോസ് എ റിസോഴ്സ് ഈസ് പൊസസ്ഡ് ബൈ എ പെർട്ടിക്കുലർ ഫങ്ഷൻ. എന്നിട്ട് ആ ഫങ്ഷൻ എ എന്ന് പറയുന്ന ഫങ്ഷൻ കീപ്പിംഗ് എ റിസോഴ്സ് ബി. എന്നിട്ട് ആ റിസോഴ്സിനെ അത് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ട്രൈങ് ടു ആക്സസ് സി. Then another function D comes for B. A is a process which carries a function B, and with function B it tries to access a function C. At the same time, there is a function and there is a process D which tries for B. അപ്പൊ അതിന്റെ അർത്ഥം ഉടനെ ഒന്നും ഡിക്ക് ബി എന്ന് പറയുന്ന ഫംഗ്ഷൻ അവൈലബിൾ ആകില്ല. That means infinite wait for resource. Infinite resource. ഇതിനെയാണ് നിങ്ങൾ വോയിസിൽ പഠിച്ചിട്ടുണ്ട് ഡെഡ് ലോക്ക് എന്ന്. ഡെഡ് ലോക്ക്. അപ്പോൾ ഡെഡ് ലോക്ക് ജാവയെ സംബന്ധിച്ച്, ജാവ അല്ലെങ്കിൽ ഇതുപോലത്തെ ജാവയും അതുപോലെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ലാംഗ്വേജസ് പൊതുവെ യൂസ് ചെയ്യുന്ന ഈ ഡെഡ് ലോക്കിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ് വിൽ യൂസ് എ ക്വാളിഫയർ കോൾഡ് സിങ്ക്രോണൈസ്ഡ്. സിങ്ക്രോണൈസ്ഡ്. ഇപ്പൊ ഒരു മെത്തേഡിന്റെ മുമ്പിൽ നിങ്ങൾ അവോയ്ഡ് കമ്പ്യൂട്ട് എന്നൊരു മെത്തേഡ് തന്നിട്ട് അത് നിങ്ങൾ കൊടുക്കുകയാണ് സിങ്ക്രോണൈസ്ഡ് വോയിഡ് കമ്പ്യൂട്ട്. സിങ്ക്രോണൈസ്ഡ് വോയിഡ് കമ്പ്യൂട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, സപ്പോസ് എ പ്രോസസ് എ take that compute function, then it tries for another function. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫംഗ്ഷൻ എൻറ്റയർ ആയിട്ട് കമ്പ്യൂട്ട് ചെയ്യാതെ that will not be released. That will be released only after its entire computation is done. അപ്പോൾ ഡെഡ് ലോക്ക് അവോയ്ഡ് ചെയ്യും. ഒരു ഫംഗ്ഷൻ വന്നു, ഒരു പ്രോസസ്സ് വന്നു, ഒരു ഫംഗ്ഷന്റെ ഒരു പോർഷനെ എടുത്തു, എന്നിട്ട് മറ്റൊരു ഫംഗ്ഷൻ വന്നപ്പോൾ സിസ്റ്റം ഒരു പ്രയോറിറ്റി കീപ്പ് ചെയ്യും. അതുപോലെ തന്നെ ജാവയും ഒരു പ്രയോറിറ്റി കൊടുക്കും. അതാണ് അതിൻ്റെ അകത്തെ പ്രത്യേകത. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ജാവ ഒരു പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. സംടൈംസ് ദീസ് പ്രയോറിറ്റീസ് മേ സൂപ്പർസീഡ് ഓർ കൊളൈഡ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷന്റെ ഒരു ഹാഫ് ഭാഗം തീർത്ത് കഴിയുമ്പോഴത്തേക്ക് മറ്റൊരു പ്രോസസ്സ് വന്നിട്ട് ഈ ഫംഗ്ഷന്റെ മറ്റേ ഹാഫ് ഭാഗം. അപ്പോൾ എൻ്റയർ ഫംഗ്ഷൻ കമ്പ്യൂട്ട് ചെയ്യുന്നത് തെറ്റായിട്ട് 4+3 വരെ വർണ്ണം ചെയ്തു, = 7 ആക്കി. അത് കഴിഞ്ഞ് അപ്പൊ ഒരു വേരിയബിളിന് C = 7. ഈ ഫംഗ്ഷൻ ആദ്യം മുതൽ കിടക്കുകയാണെന്നുള്ളതാണ് മറ്റേ പ്രോസസ്സ് ഒന്നും ഇതിനെ ക്യാപ്ചർ ചെയ്യും. പക്ഷെ ആദ്യം മുതൽ കിടക്കല്ല, C-യിൽ 4 അല്ല ഇപ്പൊ കിടക്കുന്നത്, C-യിൽ 7 ആണ്. കമ്പ്യൂട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യും, എൻ്റെ കമ്പ്യൂട്ടേഷൻ ഇതാണ് ഡെഡ് ലോക്ക് സംഭവിക്കുന്നത്. പക്ഷെ ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട്, സപ്പോസ് യു ആർ ഗിവിംഗ് എ ക്വാളിഫയർ സിങ്ക്രണൈസ്ഡ് ബിഫോർ യുവർ ഫംഗ്ഷൻ, ദാറ്റ് ഫംഗ്ഷൻ വിൽ കണ്ടിന്യൂ ടിൽ ഇറ്റ് ഈസ് കംപ്ലീറ്റഡ്. അതിനു മുമ്പ് ആ ഫംഗ്ഷനെ ഒരെണ്ണത്തിന് ആക്സസ് ചെയ്യാൻ പറ്റുകയില്ല. ഇതാണ് മൾട്ടി ത്രെഡിങ്.
മൾട്ടി ത്രെഡിങ് നിങ്ങൾക്ക് ഈ ഇതിനകത്ത് വരുന്നതാണ്. മൾട്ടി ത്രെഡിങ് ജാവയില് മൾട്ടി ത്രെഡിങ്ങിനുള്ള ക്ലാസ്സുകളുണ്ട്. എക്സ്റ്റൻസ് ത്രെഡ് എന്ന് പറയും. ത്രെഡ് എന്ന് പറയുന്ന ഒരു ബിൽറ്റ് ഇൻ ക്ലാസ് ജാവയിൽ, ത്രെഡ് എന്ന് പറയുന്ന ഒരു ബിൽറ്റ് ഇൻ ക്ലാസ് ജാവയിൽ, ഓർ ജാവയ്ക്ക് ഒരു ഇന്റർഫേസ് ഉണ്ട്, ദാറ്റ് ഈസ് റണ്ണബിൾ എന്നൊരു ഇന്റർഫേസ് ജാവയ്ക്കുണ്ട്. ഈ ബോത്ത് ദീസ് ഒന്നിൽ എക്സ്റ്റൻസ് ത്രെഡ് അല്ലെ ഇംപ്ലിമെന്റ്സ് റണ്ണബിൾ ഇന്റർഫേസ് ആയതുകൊണ്ടാണ് നമ്മൾ റണ്ണബിളിനെ ഇംപ്ലിമെന്റ് പറയുന്നത്. എക്സ്റ്റൻസ് ത്രെഡ് ഉണ്ട്. അപ്പൊ ഈ രണ്ടെണ്ണത്തിനെ യൂസ് ചെയ്തുകൊണ്ടാണ് ജാവ മൾട്ടി ത്രെഡിങ്ങിനെ ഹാൻഡിൽ ചെയ്യുന്നത്. എക്സെപ്ഷനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ജാവ എക്സെപ്ഷൻ എന്ന് പറയുന്ന ഒരു ബിൽറ്റ് ഇൻ ക്ലാസ്സിനെ യൂസ് ചെയ്യും. ജാവ വിൽ യൂസ് എ ബിൽറ്റ് ഇൻ ക്ലാസ് എക്സെപ്ഷൻ. അപ്പം ഇനി ഇത് മൊത്തത്തിൽ എന്ന് പറയുമ്പോൾ Java supports message passing. Our topic today is behavior modeling. It depends entirely on message passing, and Java supports message passing. Behavior modeling എന്ന് പറയുമ്പോൾ ആ ബിഹേവിയർ മോഡൽ ചെയ്യുന്ന സമയത്ത് യു ആർ ഷോയിങ് ഓൺലി ദ ഇന്റേണൽ ലോജിക്. ബിഹേവിയർ മോഡൽ interaction എന്ന് പറയുമ്പോഴാണ് ആക്ച്വലി മെസ്സേജ് പാസിംഗ്. മെസ്സേജ് പാസിംഗ് ഈസ് ഡൺ, ഫോർ എക്സാമ്പിൾ യു ആർ pressing a button and button will signal an event to the athlete. That is interaction. ഇതിനെ കാണിക്കുന്ന ഡയഗ്രമാണ് interaction diagram. That will show flow of activity, flow of actions, interaction diagram. പിന്നെയുള്ളതാണ് ആക്ഷൻ ഡയഗ്രാം. അത് സീക്വൻസ് ഓഫ് ആക്ഷൻസ് ആകാം ഒന്നുകിൽ, അല്ലെങ്കിൽ ഓരോ ടൈം വെച്ചിട്ടുള്ള ആക്ഷന്റെ ഡയഗ്രാം ആയിരിക്കാം. സീക്വൻസ് ഓഫ് ആക്ഷൻസ് ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് സീക്വൻസ് ഡയഗ്രാം. ദാറ്റ് ഈസ് കോൾഡ് സീക്വൻസ് ഡയഗ്രാം. അതല്ല, ഓരോ ടൈമിൽ വെച്ചിട്ട് ഇന്ന ടൈമിൽ ഇത്ര സെക്കൻഡിൽ ഇന്ന സീക്വൻസ് കാണിക്കല്ല, ഏത് ആക്ഷൻ നടക്കും അതാണ് കാണിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് കൊളാബറേഷൻ. ദാറ്റ് ഈസ് കോൾഡ് കൊളാബറേഷൻ. അപ്പം ഇത്രയും മെത്തേഡ്സും ഈ കൊളാബറേഷൻ എന്ന് പറയുന്നതും സീക്വൻസ് എന്ന് പറയുന്നതും ഇത് ത്രെഡും റണ്ണബിളും എക്സെപ്ഷനും. അപ്പൊ ഇതെല്ലാം കൂടെ ഒരു മനസ്സിലൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ഈ ഐഡിയ എല്ലാം വെക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം, പാക്കേജിനെ പറ്റി ഐഡിയ ഉണ്ടായിരിക്കാം. പാക്കേജ് ഈസ് എ കളക്ഷൻ ഓഫ് ക്ലാസസ്. ഇന്റർഫേസ് ഡിക്ലെയർഡ് കമ്പോണൻസ്. എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്, റൺ ടൈം എക്സെപ്ഷനെ ഹാൻഡിൽ ചെയ്യാനുള്ളതാണ്. റൺ ടൈം എക്സെപ്ഷൻ CPP-യിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. റൺ ടൈം എക്സെപ്ഷനെ ഹാൻഡിൽ ചെയ്യാനുള്ളതാണ്. Java uses built-in class exception ECAPS for this purpose. അതുപോലെ തന്നെ ത്രെഡിങ്, മൾട്ടി ത്രെഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രെഡ് എന്ന് പറയുന്ന ഇതിനകത്ത് പ്രോസസ്സാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ മൾട്ടി ത്രെഡിങ് ശരിക്കും പറഞ്ഞാൽ ഡെഡ്ലോക്കിനെ അതായത് ഒരു ടൈമിൽ പല ഫങ്ഷൻസ് പല പ്രോസസ്സ് സൈമിൾട്ടേനിയസ് ആയിട്ട് വരും. ആക്ച്വലി ഇത് സൈമിൾട്ടേനിയസ് ആയിട്ട് വരുന്നില്ല, ഭയങ്കര സ്പീഡ് സ്വിച്ച് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സൈമിൾട്ടേനിയസ് ആവും തോന്നും. അപ്പൊ ഈ മൾട്ടി ത്രെഡിൽ പല ത്രെഡ്സ് ഒന്നിച്ചു വരുമ്പോൾ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു ത്രെഡ് ഒരു ഫംഗ്ഷനെ കീപ്പ് ചെയ്യും, എന്നിട്ട് ആ ഫംഗ്ഷനെ അത് വിടാതെ വെച്ചിട്ട് മറ്റൊരു ഫംഗ്ഷനെ കൂടെ ആക്സസ് ചെയ്യാൻ. ഈ സമയത്ത് ഓസോ ജാവയോ വേറൊരു പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു പ്രോസസ്സ് വരികയാണെങ്കിൽ ആ പ്രോസസ്സിന്റെ കയ്യിലിരിക്കുന്ന ഫംഗ്ഷനെ റിലീസ് ചെയ്യും. അപ്പൊ എന്ത് പറ്റും? only half part of the function is computed, the remaining is not computed. അപ്പൊ മറ്റേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതൽ മറ്റേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് എറർ സംഭവിക്കും. ഇതാണ് ത്രെഡിങ് വരുന്നത്. പാക്കേജ്, ഇന്റർഫേസ്, എക്സെപ്ഷൻ ഹാൻഡ്ലിങ്, മൾട്ടി ത്രെഡിങ് വരും. ഈ മൾട്ടി ത്രെഡിങ് സമയത്ത് കൊളിഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കീവേഡാണ് സിങ്ക്രോണൈസ്. ഇത്രയും കാര്യങ്ങൾ പ്രോഗ്രാം സ്പെസിഫിക് ആയിട്ട് വരും. ജനറൽ ആയിട്ട് പറഞ്ഞാൽ
ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് വൺ ഇത് ബിഹേവിയർ മോഡൽ മീൻസ് ഇന്റേണൽ ലോജിക്. പിന്നെ അതുപോലെ ഇന്ററാക്ഷൻ, മെസ്സേജ് പാസ്, ഇന്ററാക്ഷൻ ഡയഗ്രാം, ക്ലാസ്സും മെസ്സേജും ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന എന്താണ് പറയണ്ടേ റിലേഷൻ. പിന്നെ ആക്ടിവിറ്റി ഡയഗ്രാം ഫ്ലോ ഓഫ് ആക്ടിവിറ്റീസ് കാണിക്കും. യൂസ് കേസ് ഡയഗ്രാം ദാറ്റ് വിൽ ഷോ ദ ഡൈനാമിക് ബിഹേവിയർ ഓഫ് ദ സിസ്റ്റം. അപ്പൊ ഈ പറയുന്ന എല്ലാ മെത്തേഡ്സിനും എല്ലാ ഫങ്ഷൻസിനും ഇതിന് വേണ്ടിയിട്ട് കുറെ പിന്നെ ഇതുകളുണ്ട്, കുറെ സിമ്പിൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് ആ സിമ്പിൾസും കാര്യമൊക്കെ ഒന്ന് നോക്കാം. അത് കുറെ ഉണ്ട്, ഒരു ക്ലാസ് കൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരും. എങ്കിലും ആ സിമ്പിൾസ് നോക്കുക. സിമ്പിൾസ് എല്ലാം തന്നെ നിങ്ങളുടെ നോട്ട്സിനകത്തുണ്ട്, എങ്കിൽ നമുക്ക് ഓടിച്ച സിമ്പിൾസ് എല്ലാം ഉണ്ട്. ബിഹേവിയർ മോഡലിനെ പറ്റി ആദ്യം നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് എക്സാമ്പിൾ കൊടുക്കാം. Behavior model explain internal parameters of the entire system that support all activities of an organization. Interaction, in every action, system object interact with every other type by passing messages. This is a behavior of object. Object diagram, object plus link. ലിങ്ക് എന്ന് പറഞ്ഞാൽ ഈ ലിങ്ക് വഴിയാണ് പാസ് ചെയ്യുന്നത്. അപ്പം ശ്രദ്ധിക്കുക, നമ്മുടെ ഇതെന്ന് പറയുന്നത് ഡിസൈൻ എന്ന് പറയുന്നത് ഈസ് ഡിപ്പെൻഡിങ് കംപ്ലീറ്റ്ലി ഓൺ ഒബ്ജക്ട്സ്. ഒബ്ജക്ട്സ് അല്ലാതെ വേറൊരു കാര്യവും ഇതിനകത്തില്ല. അപ്പൊ ഒബ്ജക്റ്റ് ആയിട്ട് വരുമ്പം ഇഫ് യു വാണ്ട് എ ഡൈനാമിക് സിസ്റ്റം ദാറ്റ് ഒബ്ജക്ട് മസ്റ്റ് പാസ് മെസ്സേജസ്. അതാണ് പറയുന്നത് ബിഹേവിയർ മോഡൽ മീൻസ് എക്സ്പ്ലെയിൻ ഇന്റേണൽ പാരാമീറ്റേഴ്സ് ഓഫ് ദി എൻറ്റയർ സിസ്റ്റം ദാറ്റ് സപ്പോർട്ട് ഓൾ ആക്ടിവിറ്റീസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. അപ്പൊ ഇന്റേണൽ പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള എല്ലാ ഇതിനെയും ഇത് കാണിച്ചുകൊണ്ടിരിക്കും. ഇൻ എവരി ആക്റ്റീവ് സിസ്റ്റം ഒബ്ജക്ട് ഇന്ററാക്ട് വിത്ത് അതർ ബൈ പാസിംഗ് മെസ്സേജസ്. മെസ്സേജ് പാസിംഗ് കൊണ്ട് മാത്രമാണ് ഒരു വലിയ സിസ്റ്റത്തിന്റെ ബിഹേവിയർ ഡൈനാമിക് ആണ്. ഓക്കെ, ഇത് ഇൻസ്റ്റൻസ്, സ്റ്റുഡന്റിന്റെ ഇൻസ്റ്റൻസ് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, കൂടുതൽ പറയേണ്ട കാര്യമില്ല. ആക്ഷൻ ഓർ മൂവ്മെന്റ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ. ഒരു സിമ്പിൾ സ്റ്റെപ്പ് ഇൻ ഓപ്പറേഷൻ, ഇൻപുട്ട് ഔട്ട്പുട്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ ഫിൽ ഓർഡർ, അതൊരു ഓപ്പറേഷനാണ്, ഒരു ആക്ഷനാണ്. വെരി സിമിലർ ടു ഫംഗ്ഷൻ വിത്തൗട്ട്. ഒരു ഫിൽ ഓർഡർ എന്ന് പറഞ്ഞാൽ ഒരു ഓർഡർ ഫില്ല് ചെയ്യും. അപ്പൊ ഓർഡർ ഫില്ല് ചെയ്യുന്നതിന് മുമ്പുള്ള ഓർഡർ അല്ല, ഫില്ല് ചെയ്ത് കഴിഞ്ഞുള്ള ഓർഡർ. ദാറ്റ് ഈസ് ആക്ഷൻ. ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ, ഈ ഫിൽ ഓർഡർ. ഇങ്ങനത്തെ ആക്ഷൻസിന്റെ സീക്വൻസ് ആണ് നമ്മുടെ സീക്വൻസ് ഡയഗ്രാം. സീക്വൻസ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി ഡയഗ്രാം തന്നെ. ആക്ടിവിറ്റി ഡയഗ്രാം രണ്ടെണ്ണം വരും എന്ന് നേരത്തെ പറഞ്ഞു. സീക്വൻസ് ഡയഗ്രാം ദാറ്റ് ഷോസ് സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ്. അതർ വൺ ഈസ് കോൾഡ് collaboration. This is link. Link will establish a relation. Student joins university. നമ്മൾ ഇന്നലെ കണ്ടതാണ്, ഒരു സ്റ്റുഡന്റ് ജോയിൻസ് യൂണിവേഴ്സിറ്റി. ഈ ലിങ്ക് ഒക്കെ നമ്മുടെ എല്ലാ ഇതിനകത്തും എന്താ പറയുക, എല്ലാ ഡയഗ്രാത്തിനകത്തും വരുന്ന ഒരു സിമ്പൽ. This one is actor interacts to system functionality to present result. Actor എന്ന് പറഞ്ഞാൽ അതായത് ഇനി ആ ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആക്ടർ എന്ന് പറഞ്ഞാൽ ശരിക്കും അത് എക്സ്റ്റേണൽ എൻറ്റിറ്റി എന്നുള്ളതേ ഉള്ളൂ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ യൂസർ ഓഫ് ദ സിസ്റ്റം ഒരു സ്റ്റുഡന്റ് ആണ്, ഹി മേ ബി എ കസ്റ്റമർ. ഇതെല്ലാം ആക്ടറാണ്. ദിസ് കസ്റ്റമർ ഓർ എ സ്റ്റുഡന്റ് ഇന്ററാക്ട് വിത്ത് ദി സിസ്റ്റം. എക്സ്റ്റേണൽ എൻറ്റിറ്റി എന്ന് മാത്രം ഇപ്പം കരുതും. യൂസ് കേസ് ഡയഗ്രാം. ഐഡന്റിഫൈ യൂസ് കേസ്. ആക്ടർ, റിലേറ്റ് ബിറ്റ്വീൻ യൂസ് കേസ് ആൻഡ് ആക്ടർ. അതായത് ആക്ടർ ആക്ട് ചെയ്യുന്ന യൂസ് കേസ്.
യൂസ് കേസ് എന്ന് ഞാൻ പറഞ്ഞല്ലോ ഡൈനാമിക് ബിഹേവിയർ. ആക്ടർ ഒരു എക്സാമ്പിൾ പറഞ്ഞാല് സപ്പോസ് ആൻ ആക്ടർ യൂസർ ഈസ് ട്രൈങ് ടു ലോഗിൻ ഇൻ ടു എ സിസ്റ്റം. ആ ലോഗിൻ എന്ന് പറയുന്നത് ആക്ടർ എന്ന് പറയുന്നത് യൂസറാണ്. ആ യൂസർ ട്രൈ ടു ലോഗിൻ ഇൻ ടു ദി സിസ്റ്റം. അതാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ഇന്ററാക്ഷൻ ഡയഗ്രാം. ഇന്ററാക്ഷൻ ഡയഗ്രാം ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ആൻഡ് മെസ്സേജ് ആൻഡ് കണക്ഷൻ ആൻഡ് എ റിലേഷൻ. ഇതിപ്പോ ഇവിടെ വരുമ്പോൾ visualize interactive behavior of system used to monitor dynamic behavior. Sequence diagram, sequence order of interaction between objects. The collaboration diagram, elements as they interact over time and how they are related. Activity diagram shows the flow from the activity to activity. മുമ്പേ പറഞ്ഞ സാധനം തന്നെ. അതായത് ആക്ടിവിറ്റി ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റിയിൽ നിന്ന് വേറൊരു ആക്ടിവിറ്റിയിലേക്കുള്ള ഫ്ലോയാണ്. കൊളാബറേഷൻ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഏത് ആക്ടിവിറ്റി ആക്റ്റീവ് ആണ്. സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് ആക്ടിവിറ്റീസ്. വിഷ്വലൈസ് ഇന്ററാക്റ്റീവ് ബിഹേവിയർ ആണ് ഇന്ററാക്ഷൻ ഡയഗ്രാമിന്റെ ഉദ്ദേശം. ഇതിനകത്ത് എന്തൊക്കെ വരുമെന്ന് ചോദിച്ചാൽ ഇനീഷ്യൽ സ്റ്റേറ്റ് ഓർ സ്റ്റാർട്ട് പോയിന്റ്, അതുപോലെ തന്നെ ആക്ടിവിറ്റി ഓർ ഇനീഷ്യൽ സ്റ്റേറ്റ് ഉണ്ട്, ആക്ടിവിറ്റി ഓർ ആക്ഷൻ സ്റ്റേറ്റ് ഉണ്ട്, ഡെസിഷൻ വിത്ത്, അതായത് ഒരു ഡെസിഷൻ കഴിഞ്ഞിട്ടാണ് പല പാത്തുകളിലേക്ക് പോകുന്നത്. അതെല്ലാം ഈ ഫിഗറിനകത്ത് വരും. ഫൈനൽ പോയിന്റ് ഈവൻ ദാറ്റ് സ്റ്റോപ്സ് ഫ്ലോ ഫോർ എ ടൈം. മെർജ് ഈവന്റ് എന്ന് പറഞ്ഞാൽ പല ബ്രാഞ്ചുകളിൽ നിന്ന് വന്ന് ഒരു ഈവന്റിലേക്ക് മെർജ് ചെയ്യും. അതിപ്പോ നമുക്ക് ഫിഗർ നോക്കാം. സിങ്ക്രണൈസേഷൻ. സിങ്ക്രണൈസേഷൻ എന്ന് പറഞ്ഞപ്പോൾ ഇതിനകത്ത് ഫോർ നോഡ് ഈസ് യൂസ് ടു സ്പ്ലിറ്റ് ആൻഡ് ഇൻകമിംഗ് ഫ്ലോ സിഗ്നൽ എന്ന് പറഞ്ഞാൽ റെപ്രസെന്റ് ആൻ ആക്ടിവിറ്റീസ് ആക്ടിവിറ്റി ബൈ എ സിംഗിൾ ആക്ടർ എന്നൊക്കെ പറയുന്നത്. എങ്കിലും ജനറലി ദാറ്റ് മീൻസ് സിങ്ക്രണൈസ്. സിങ്ക്രണൈസ് എന്ന് പറയുന്ന കമാൻഡ് വെച്ച് കൊടുത്തു കഴിയുമ്പോഴത്തേനും നമുക്ക് ആ ത്രെഡുകളെ സിങ്ക്രണൈസ് ചെയ്യാം. ഒരു ത്രെഡ് അറ്റ് എ ടൈമിൽ ഒരു ത്രെഡ് മാത്രം ആക്ട് ചെയ്യും എന്ന് മാത്രം വിചാരിക്കുക. അറ്റ് എ ടൈമിൽ ഒരു ത്രെഡ് മാത്രം ആക്ട് ചെയ്യും. ഇതിനകത്ത് നമ്മൾ ഫോർക്ക് നോഡ് എന്ന് പറഞ്ഞ സാധനം യൂസ് ചെയ്യും. സിഗ്നൽ എന്ന് പറഞ്ഞാൽ റെപ്രസെന്റ് ആൻ ആക്ടിവിറ്റി ടു സെൻഡ് ആൻഡ് റിസീവ് മെസ്സേജ്. സ്വിം ലൈൻ എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി ബൈ എ സിംഗിൾ യൂസർ. ഒരു ആക്ടിവിറ്റി ഡയഗ്രാം ചെയ്യേണ്ട കാര്യങ്ങൾ: ഐഡന്റിഫൈ ഓൾ ആക്ടിവിറ്റീസ് ഇൻ എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിലെ എല്ലാ ആക്ടിവിറ്റീസ് ഒരു എക്സാമ്പിൾ എന്തായിട്ട് വരും? ഓർഡർ ഫില്ല് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ്, മാർക്ക് ഫില്ല് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ്, രജിസ്റ്റർ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ്. അതെല്ലാം ആക്ടിവിറ്റി. എന്തൊക്കെ ആക്ടിവിറ്റീസ് അതിനകത്തുണ്ടോ, ഫൈൻഡ് ഓൾ ദ ആക്ടിവിറ്റീസ് ഓഫ് ദ സിസ്റ്റം, അണ്ടർസ്റ്റാൻഡ്. പിന്നെ ഐഡന്റിഫൈ ഓൾ ആക്ടേഴ്സ് ഇൻ ദ സിസ്റ്റം. അതായത് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫിൽ ഓർഡർ ഈസ് ആൻ ആക്ടിവിറ്റി. സിമിലർലി registering for a course is an activity. A student is an actor. A customer is an actor. Find all flows in system. ആ സിസ്റ്റത്തിലെ എല്ലാ ഫ്ലോയും മനസ്സിലാക്കുക. എങ്ങോട്ടാണ് ഈ ഫ്ലോ വരുന്നത്? സ്റ്റുഡൻറ്റിൽ നിന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക്, തിരിച്ചു വേണം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സ്റ്റുഡൻറ്റിലേക്ക് ഫ്ലോസ്. ഐഡന്റിഫൈ ഓൾ കൺസ്ട്രെയിൻസ്. എന്തൊക്കെയാണ് അതിനകത്തെ കൺസ്ട്രെയിൻസ്? റിഫൈൻ കോംപ്ലക്സ് ആക്ടിവിറ്റീസ് ആൻഡ് നെസ്റ്റഡ് ആക്ടിവിറ്റീസ്. അതെല്ലാം ശ്രദ്ധിക്കുക. ഇത് ഒരു ക്രൂഡ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ആണ്. ക്രിയേറ്റ് ഡേറ്റ ആൻഡ് സ്റ്റോർ ഡേറ്റ. അതിനകത്ത് എന്തൊക്കെ വരുമെന്ന് വെച്ചാൽ റീഡ് ഡേറ്റ, അപ്ഡേറ്റ് ഡേറ്റ, ഡിലീറ്റ് ഡേറ്റ, എക്സിക്യൂട്ട് ഡേറ്റ. ഇത്രയും കാര്യങ്ങൾ ഈ പറയുന്ന ഈ മോഡൽസിനകത്ത് വരുന്നുണ്ട്. ഡേറ്റ റീഡ് ചെയ്യുന്നുണ്ട്, അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, ഡിലീറ്റ് ചെയ്യുന്നുണ്ട്, എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇതാണ് ഈവന്റ്. ഈവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡൽ സ്പെസിഫിക്കേഷൻ ദാറ്റ് കോസസ് സംതിങ് ടു ഹാപ്പൻ ഇൻ ടൈം ആൻഡ് സ്പേസ്. ടൈം ആൻഡ് സ്പേസിലാണ് ഈ ഈവന്റ് ഹാപ്പൻ. സിഗ്നൽ ഈവന്റ് വെൻ 2 or more ഈവന്റ്സ് ഹാപ്പൻ അറ്റ് സെയിം ടൈം എന്ന് പറഞ്ഞാൽ ബട്ടൺ പ്രസ് ചെയ്യും. ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ബട്ടൺ സെൻഡ് സിഗ്നൽ ടു ആപ്ലെറ്റ് ഓർ എ ടെക്സ്റ്റ് ഫീൽഡ് ടു ഡിസ്പ്ലേ സംതിങ്. ദാറ്റ് ഈസ് ഈവന്റ് സ്പെസിഫിക് സിഗ്നൽ ഈവന്റ്.
Call event operate transition from one object to another. Suppose you are pressing a button, then at the time of pressing the button, it may assign a value to a variable f. Then depending on that particular value, it will draw or give some message. That's call event. Time event എന്ന് പറഞ്ഞാൽ that happens at a time or after passing of time. ഒരു particular ടൈമിൽ അല്ലെങ്കിൽ after passing of time. അതായത് ഡിലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ത്രെഡ് ചെയ്യുമ്പോൾ ത്രെഡിനകത്ത് നിങ്ങൾ സ്ലീപ്പ് എന്നൊരു കമാൻഡ് കൊടുക്കും. സ്ലീപ്പ് 100 ഡോട്ട് സ്ലീപ്പ് ബ്രാക്കറ്റ് 100 millisecond. ദാറ്റ് ഈസ് ദ ഡിലേ. ചേഞ്ച് ഈവന്റ് ഇത് തന്നെ. ആക്ഷനില് നമ്മൾ പറയും ബട്ടന്റെ ഒരു ലിസ്റ്റ് എടുത്താൽ ലിസ്റ്റിൽ കുറെ ഐറ്റംസ് ഉണ്ട്. ആ ഐറ്റം ചേഞ്ച് ചെയ്യുക. ഐറ്റം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അവിടെ എന്തെങ്കിലും ഡിസ്പ്ലേ. ഇപ്പോൾ ഒരു ലിസ്റ്റിനകത്ത് കുറെ കൺട്രീസിന്റെ പേരുണ്ട്. ആ കൺട്രീസിന്റെ പേരിൽ ഒരു കൺട്രി മാറ്റി വേറെ കൺട്രിയിലേക്ക് ലിസ്റ്റ് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ക്യാപിറ്റൽ മേ ബി ഡിസ്പ്ലേഡ് ഇൻ അനദർ ടെക്സ്റ്റ് ഫീൽഡ്. അത് ചേഞ്ച് ചെയ്യുന്നുണ്ട്. സെൻഡ് ആൻഡ് റിസീവിങ് ഈവൻ. അതാണ് പറയുന്നത് ബട്ടൺ പ്രസ്, ചെക്ക് ബോക്സ് ചേഞ്ച്, ഇതെല്ലാം അതിനകത്ത് വരും. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഇതിന്റെ ഒരു ആക്ഷന്റെ സമയത്ത് നടക്കുന്ന സ്റ്റേറ്റ് എന്നുള്ളത് ഉദ്ദേശിച്ചുള്ളൂ. ട്രാൻസിഷൻ, റിലേഷൻ ബിറ്റ്വീൻ ടു സ്റ്റേറ്റ്സ്. ഫസ്റ്റ് സ്റ്റേറ്റ് ടു ഡു സംതിങ് റീച്ചസ് നെക്സ്റ്റ്. സോഴ്സ് എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ എഫക്ട്സ് ഓൺ സ്റ്റേറ്റ്. ഈവൻ ട്രിഗർസ് stimulation that can activate a source state. That means ഞാൻ പറഞ്ഞു, if we dot get source function is equal to double equals b എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആ get source എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പ്രസ് ചെയ്യുമ്പം ആ ബട്ടൺ ഒരു ഈവന്റിനെ ട്രിഗർ ചെയ്യുക. അതാണ് അവിടെ പറയുന്നത്. പിന്നെ ഗാർഡിയൻ കണ്ടീഷൻ, അത് ബൂളിയൻ എക്സ്പ്രഷൻ എന്നുള്ളതേ ഉള്ളൂ. ആക്ഷൻ ഞാൻ മുമ്പേ പറഞ്ഞു. ടാർഗറ്റ് മെഷീൻ ആക്ടിവേറ്റ് ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ട്രാൻസാക്ഷൻ. Behavior model important ആണ്. Describe internal dynamics of entire system supporting organization various activities. ഇത്രയേ ഉള്ളൂ. Behavior model shows only the internal logic. Behavior model എന്ന് പറഞ്ഞാൽ that shows internal logic. Sequence diagram. ഞാൻ പറഞ്ഞു സീക്വൻസ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റീസിന്റെ ആക്ഷന്റെ സീക്വൻസ് ആണ്. ഒരാക്ഷൻ, അത് കഴിഞ്ഞുള്ള ആക്ഷൻ, അങ്ങനെ വരുന്ന സീക്വൻസ് ആണ് സീക്വൻസ് ഡയഗ്രാം. At the same time, there is collaboration diagram which shows what particular action is going to happen at a particular time. Any objectives of interaction diagram: monitor dynamic behavior of a system, give structural aspect of various objects in a system, sequence, visualize real-time data, explain architecture of object-oriented autistic communication and sequence of message passing in the system. In the book, drawing interaction. എല്ലാ ഒബ്ജക്റ്റിനെയും ഏതൊക്കെ ഒബ്ജക്റ്റ് ആണ് പർട്ടിക്കുലർ ഇതിൽ ഇന്ററാക്ട് ചെയ്യുന്നത്. പിന്നെ ഫ്ലോ ഓഫ് മെസ്സേജസ് ബിറ്റ്വീൻ ഒബ്ജക്ട്സ്, മെസ്സേജസ് ഫ്ലോയിങ് സീക്വൻസ്, എയിൽ നിന്ന് ബി, ബിയിൽ നിന്ന് സി, അങ്ങനെ ഒബ്ജക്ട്സ് ആർ ഡിഫൈൻഡ് ഇൻ ഓർഗനൈസ്ഡ്. സീക്വൻസ് ഡയഗ്രാം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇന്ററാക്ഷൻ ഡയഗ്രാം ആണ്. അത് ഫ്ലോ ഓഫ് ആക്ഷൻസ്. ഇത് ഒരു എക്സാമ്പിൾ ആണ്. ഇത് സീക്വൻസ് ഡയഗ്രാം. ഇത് ഒബ്ജക്റ്റ് 1, ഒബ്ജക്റ്റ് 2. ഒബ്ജക്റ്റ് 1-ൽ നിന്ന് ഒബ്ജക്റ്റ് 2-ലേക്ക് മെസ്സേജ് പോയി. ബട്ടൺ, ഇങ്ങനെ വിചാരിക്കാം, ബട്ടണിൽ നിന്ന് ടെക്സ്റ്റ് ബോക്സിലേക്ക് മെസ്സേജ്. ഇതേപോലെ തന്നെ സിങ്ക്രോണസ് ഉണ്ട്. പോകുന്ന ഉടനെ തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അതല്ലാതെ അസിങ്ക്രോണസ് ആയിട്ട് പോയി കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞിട്ടുണ്ട് മെസ്സേജും ഉണ്ട്. ഇതാണ് അതിന്റെ ഡയഗ്രാം. നിങ്ങളുടെ ബുക്ക് നോക്കുമ്പോൾ ഈ ഡയഗ്രാം ശ്രദ്ധിക്കുക. കൊളാബറേഷൻ ഡയഗ്രാം ഞാൻ പറഞ്ഞു. ഇതൊരു നിങ്ങളുടെ ബുക്കിൽ കാണിച്ചിരിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഇവിടെ ഈ സെർവ്ലെറ്റ് EJB ഇത് യൂസ് ചെയ്തുകൊണ്ട് ഒരു J2ME പ്രോഗ്രാം ഡേറ്റാബേസിൽ നിന്ന് ഡേറ്റ എടുക്കുക. കൊളാബറേഷൻ ഡയഗ്രാം. കൊളാബറേഷൻ ഡയഗ്രാം മീൻസ് അറ്റ് എ പെർട്ടിക്കുലർ ടൈം വാട്ട് ആൻ ആക്ടിവിറ്റി ഈസ് ഡൂയിങ്. അപ്പൊ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഈ J2ME എന്ന് പറയുന്നത്
സെർലെറ്റോ EJB ഉപയോഗിച്ച് ഇതിൽ നിന്ന് ഡേറ്റ എടുക്കുക. എല്ലാം കാണിച്ചിട്ടുണ്ട്. അങ്ങോട്ട് ഇത് റിക്വസ്റ്റ് കൊടുക്കുന്നു, ഇങ്ങോട്ട് റെസ്പോൺസും. ഞങ്ങളുടെ ബുക്കിൽ ഈ എക്സാമ്പിൾ അതുപോലെ തന്നെ കാണിച്ചിട്ടുണ്ട്. ഒബ്ജക്റ്റീവ് ഓഫ് യൂസ് കേസ്, ഐഡന്റിഫൈ റിക്വയർമെന്റ്, എക്സ്റ്റേണൽ പെർസ്പെക്റ്റീവ്, ഐഡന്റിഫൈ ഇന്റേണൽ കാര്യങ്ങളൊക്കെ നോക്കുക. സിഗ്നിഫിക്കൻസ് പറയുന്നുണ്ട്. സിഗ്നിഫിക്കൻസ് നോക്കുക, അതൊക്കെ തിയറി ആയിട്ട് കിടക്കുക. ആക്ടേഴ്സ്, ഓക്കെ. ഇവിടെ ആക്ടർ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ എൻറ്റിറ്റി. ശ്രദ്ധിക്കുക, ആക്ടർ ഈസ് എക്സ്റ്റേണൽ എൻറ്റിറ്റി. ദാറ്റ് മേ ബി എ സ്റ്റുഡന്റ്, എ ലേബർ, യൂണിവേഴ്സിറ്റി, സ്കൂൾ, എന്ത് വേണയാണ്. യൂസ് കേസ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആക്ഷൻസ് ഓർ പ്രോസസ്സസ് ദാറ്റ് ആക്ടേഴ്സ് ഓൺ പെർഫോമൻസ് വിത്ത് ദ സിസ്റ്റം. അതായത് എത്രയേ ഉള്ളൂ ഡൈനാമിക് ബിഹേവിയർ ഓഫ് ദ സിസ്റ്റം. സിസ്റ്റം, ഓവറോൾ സിസ്റ്റം റിലേഷൻഷിപ്പ് നമ്മൾ ഇന്നലെ പറഞ്ഞു. ഇനി അടുത്തത് യൂസ് കേസ് സിമ്പിൾസ് ആണ്. കമ്പോണന്റ് സിമ്പിൾ. ആക്ടറിനെ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്, ഏതാണ്ട് ഒരു പേഴ്സന്റെ രീതിയിൽ കാണിക്കും. സിസ്റ്റത്തിനെ നമ്മൾ റെക്ടാങ്കുലർ ബോക്സിൽ കാണിക്കും. യൂസ് കേസിനെ സർക്കിളിൽ കാണിക്കും. റിലേഷൻഷിപ്പിന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോ ആയിട്ട് നമുക്ക് ആരോ ആയിട്ട്. ഇത് എക്സാമ്പിൾ ഓഫ് യൂസ് കേസ് ആണ്. ഇതൊരു കസ്റ്റമറാണ്. ഈ കസ്റ്റമർ കാറ്റലോഗ് ബ്രൗസ് ചെയ്യുന്നു, സെയിൽസ് പേഴ്സണെ വിളിക്കുന്നു, എന്നിട്ട് ഗീവ് ഇത് കൊടുക്കുന്നു, പിന്നെ ഗീവ് പേയ്മെന്റ് സ്ലിപ്പ് കൊടുക്കുന്നു, ഗെറ്റ് ഇത് കൊടുക്കുന്നു. അതായത് ഇതൊരു ആക്ടറാണ്, കസ്റ്റമർ ഒരു ആക്ടറാണ്. ഈ ആരോ വഴി ഈ ആക്ടിവിറ്റീസുമായിട്ട് ഈ ആക്ടർ ഇത് ചെയ്യണം. ഇതൊരു യൂസ് കേസ്. ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോണം, ഇതൊരു യൂസ് കേസ്. യൂസ് കേസ് ഇവിടെ പറഞ്ഞ തന്നെ ആക്ടിവിറ്റി ഡയഗ്രാം നമ്മൾ പറഞ്ഞു. ഇല്ലസ്ട്രേറ്റ് ഫ്ലോ ഓർ കൺട്രോൾ ഇൻ എ സിസ്റ്റം ആൻഡ് റെഫർ ടു ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ എക്സിക്യൂഷൻ ഓഫ് എ യൂസ് കേസ്. ആക്ടിവിറ്റീസിന്റെ ഇത് തന്നെ, ആക്ടിവിറ്റീസിന്റെ by activity diagram, describe what causes a particular event using an activity diagram. Activity diagram portrays the control flow. They are used in business and process modeling, where the primary use is to predict dynamic aspect of a system. അതായത് പ്രഡിക്ഷന് വേണ്ടിയിട്ടും നമ്മൾ ആക്ടിവിറ്റി ഡയഗ്രാംസ് യൂസ് ചെയ്യുന്നുണ്ട്. പ്രഡിക്ഷൻ. ഇനി ആക്ടിവിറ്റി ഡയഗ്രാം നൊട്ടേഷൻ. ഇനീഷ്യൽ സ്റ്റേറ്റ് ഉണ്ട്, അത് സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് ആണ്. ഫൈനൽ സ്റ്റേറ്റ് അത് അവിടെ എൻഡ് ചെയ്യുന്നു. ഗാർഡ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് റിട്ടേൺ നെക്സ്റ്റ് ടു ഡിസിഷൻ നോഡ്. ഫോർക്ക് എന്ന് പറയുന്നത് സപ്പോർട്ട് കോൺകറന്റ് ആക്ടിവിറ്റി. കോൺകറന്റ് ആക്ടിവിറ്റീസ് ആണ് ത്രെഡ്സ് ആയിട്ട് വരും. അതുപോലെ തന്നെ മറ്റു മെത്തേഡ്സ് ആണ് ജോയിൻ, സപ്പോർട്ട് ചെയ്യുന്നു, മെർജ്, 2-3 ആക്ടിവിറ്റീസ് മെർജ് ചെയ്യുന്നു, ഈവന്റ് ദാറ്റ് സ്റ്റോപ്സ് ദ ഫ്ലോ, പിന്നെ കൺട്രോൾ ഫ്ലോ, ഡിസിഷൻ നോഡ്, ഇതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി അതിന്റെ ഒരു സിംലൈൻ, ഗ്രൂപ്പിംഗ് റിലേറ്റഡ് ആക്ടിവിറ്റീസ്, ആക്ടിവിറ്റി സ്റ്റേറ്റ്, ഇങ്ങനെ വർക്ക്ഫ്ലോ മോഡല്, ബിസിനസ് നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ക്രൂഡ് അനാലിസിസിനെ ഇതാണ് ശ്രദ്ധിക്കുക. ഇതാണ് ശരിക്കും ആക്ടിവിറ്റി ഡയഗ്രാം എന്ന് പറയുന്നത്. ഇതിപ്പം എൻഡ് പോയിന്റ് ആണ്, ഇത് എൻഡ് പോയിന്റ് ആണ്, ഇത് ഇടയ്ക്കിടയ്ക്കുള്ള ഓപ്പറേഷൻസ് ആണ്. ഈ ആക്ടിവിറ്റി ഡയഗ്രാമിനെ പറ്റി ഒരു ശരിക്കൊന്ന് മനസ്സിലാക്കുക. ആക്ടിവിറ്റി ഡയഗ്രാമിൽ ആക്ടർ ഇൻപുട്ട് ഉണ്ട്, സിസ്റ്റം സ്റ്റെപ്പ് ഉണ്ട്, എക്സ്റ്റൻഷൻ ഫ്ലോ ഉണ്ട്, ബേസിക് ഫ്ലോ. ഇത് പറ്റുന്നിടത്തോളം ഈ ഒരു പാരലൽ ആക്ടിവിറ്റി പോസ്റ്റ് കണ്ടീഷൻ ഈ ഫിഗർ ഒന്ന് കാണാതെ ഒന്ന് ഓർത്തിരിക്കുക. ഇതാണ് മെത്തേഡ്സ്. അതായത് സിമ്പിൾസ് ആണ് ഇത്. പിന്നെ ഇനീഷ്യൽ ഇത് സ്റ്റാർട്ട് നോഡ് ഉണ്ട്, ദിസ് വൺ. ആക്ഷൻ സ്റ്റേറ്റ് ദിസ് വൺ. കൺട്രോൾ ഫ്ലോ ഈ ആരോ വരും. ഡെസിഷൻ നോഡ് ഇതാണ്. ഇത് നമ്മൾ സാധാരണ പ്രോഗ്രാമിംഗ് ഫ്ലോ ചാർട്ട് ഒക്കെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കാറുണ്ട്. പിന്നെ ഫോർക്ക് എന്ന് പറയുന്നത് ആ ത്രെഡ് വരുന്നതിന് മുമ്പുള്ളത്. ജോയിനും ത്രെഡിനെസും എൻഡ് സ്റ്റേറ്റ്. ഈവന്റ് ആൻഡ് സിഗ്നൽ.
സിഗ്നിഫിക്കന്റ് ഒക്കറൻസ് ഇൻ ദ ടൈം ആൻഡ് സ്പേസ്. എക്സ്റ്റേണൽ ഈവന്റ് എക്സാമ്പിൾ അതുപോലെ തന്നെ എഴുതിയിരിക്കുകയാണ്, പുഷിങ് എ ബട്ടൺ. ഇന്റേണൽ ഈവന്റ് ഓവർഫ്ലോ എക്സെപ്ഷൻ. സിഗ്നൽ കൈൻഡ് ഓഫ് ഈവന്റ് ദാറ്റ് കമ്മ്യൂണിക്കേറ്റ് ബിറ്റ്വീൻ ഇൻസ്റ്റൻസസ്. ഇൻസ്റ്റൻസസ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്ട്സിന്റെ കമ്മ്യൂണിക്കേഷനാണ്. സിഗ്നലിനെ പറ്റിയുള്ളതാണ്. സിഗ്നല് പോകുന്നു, ഇത് ഈ മൂവ്മെന്റ് ഇവിടുന്ന് ഇങ്ങോട്ട് സിഗ്നലിനെ അയക്കും. ടൈം ആൻഡ് ചേഞ്ച് ഈവന്റ്. Modeling a family of signals. A family of signals means a group of signals of a system in an interaction. Different kinds of signalsine ഒരു സെറ്റ് ഓഫ് ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് അതിനെ ഇൻഹെറിറ്റൻസും പോളിമോർഫിസവും കൊണ്ട് ഇത് ചെയ്യാം. ദിസ് ഈസ് ദി അതിന്റെ ഫിഗർ. എക്സെപ്ഷൻ. അപ്പം ശ്രദ്ധിക്കുക, ഈ എക്സെപ്ഷൻ എന്ന് പറയുമ്പോൾ മോഡലിംഗ് എക്സെപ്ഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. എക്സെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൺ ടൈം എററിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു മെക്കാനിസമാണ് എക്സെപ്ഷൻ എന്നത്. ഈ എക്സെപ്ഷന് ജാവ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് പ്രോഗ്രാമിംഗ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഒരു ബിൽറ്റ് ഇൻ ക്ലാസ് യൂസ് ചെയ്തിട്ടാണ്. ക്ലാസ് യൂസ് ചെയ്തിട്ടാണ് എക്സെപ്ഷനെ മോഡൽ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മളത് ഇപ്പൊ പ്രോഗ്രാം കാണും, അതിനകത്ത് എക്സ്റ്റൻസ് എക്സെപ്ഷൻ മോഡലിംഗ് എക്സെപ്ഷൻ. അതായത് റൺ ടൈം എററിന്റെ സമയത്ത് പ്രോഗ്രാം ബ്ലോക്ക് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഇതാണ് എക്സെപ്ഷൻ. അതായത് എക്സെപ്ഷൻ ഇത് ത്രോ ചെയ്യും. എക്സെപ്ഷൻ ത്രോ ചെയ്യുന്നത് അത് ക്യാച്ച് ചെയ്യും. കാണിക്കാൻ മോഡലിംഗ് എക്സെപ്ഷൻ ആണ് പറയുന്നത്. ഈ എക്സെപ്ഷന് ഹയറാർക്കി പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള എക്സെപ്ഷൻസ് എല്ലാം കൂടെ ചേർന്ന് ഡ്യൂപ്ലിക്കേറ്റ്, ഓവർഫ്ലോ, ഇതാ ഞാൻ പറഞ്ഞ എക്സെപ്ഷൻ ക്ലാസ്. ഇതിന്റെ സബ് ക്ലാസ്സുകളായി എക്സെപ്ഷൻ ക്ലാസ്സുകൾ, സബ് ക്ലാസ്സുകൾ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഉള്ളത്. അതിലിപ്പം ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സംഗതി ഇത് ഈ ആക്ടിവിറ്റിയും ഈ സിമ്പിൾസ് ആണ്. ഈ സിമ്പിൾസ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സിമ്പിൾസ് വെച്ചാണ് നമ്മൾ ഈ ഇതെല്ലാം ഫിഗേഴ്സ് എല്ലാം വരയ്ക്കുന്നത്. ഫിഗേഴ്സും ഇതിനകത്ത് ഈ സകല കാര്യങ്ങളും വരും. അപ്പൊ നമുക്ക് ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് ആ പ്രോഗ്രാംസ് നോക്കാം. പ്രോഗ്രാംസ് നോക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. പ്രോഗ്രാംസിൽ ഇപ്പൊ ഞാൻ ആദ്യം ഇപ്പം കാണിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ വരുന്ന പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ദിസ് പ്രോഗ്രാം ഇപ്പൊ ഇതിനകത്ത് നമ്മൾ പറഞ്ഞല്ലോ പുഷ് ബട്ടൺ എന്ന് പറഞ്ഞ് കണ്ടല്ലോ. ആ ഈവന്റ് എങ്ങനെയാണ് സിഗ്നൽ ചെയ്യുന്നതെന്നും ആ ഈവന്റ് കൊണ്ട് എങ്ങനെയാണ് പല ഇതും വരയ്ക്കുന്നതെന്നുള്ള കാര്യമാണ് നോക്കുന്നത്. അപ്പൊ ആ പ്രോഗ്രാം നിങ്ങൾ നോക്കുമ്പോൾ ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുക. അതായത് ഡ്രോ ഡിഫറൻഷിയേറ്റ്സ്. ഇതാണ് java.applet, java.awt.star, awt.event. ഈ ഈവന്റ് ആണ് നമ്മുടെ ഇന്നത്തെ തിയറിയുടെ മുഴുവൻ ബേസ്. അതായത് നമ്മുടെ ബിഹേവിയർ മോഡലിംഗ് എന്ന് പറയുന്നത് ഈ ഈവന്റിനെ ബേസ് ചെയ്ത, അത് പല രീതിയിൽ ഡിസ്ക്രൈബ് ഇറ്റ് ഇൻ ഡിഫറെന്റ് വേസ് എന്നുള്ളതേ ഉള്ളൂ. ഈ ഒരൊറ്റ കാര്യത്തിലാണ് നമ്മുടെ ഈ പ്രോഗ്രാം നിൽക്കുന്നത്.
ഇമ്പോർട്ട് ജാവ ഡോട്ട് ആപ്ലെറ്റ് ഡോട്ട് സ്റ്റാർ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എ ഡോട്ട് സ്റ്റാർ എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് ക്ലാസ്സസ് അല്ലെ. ഡോട്ട് സ്റ്റാർ എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് ക്ലാസ്സസ് ഉണ്ട്. ഈ ക്ലാസ്സസിനെ എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു പാക്കേജ് ആണ് ജാവ ഡോട്ട് ആപ്ലെറ്റ് ഡോട്ട് സ്റ്റാർ. അവിടെയാണ് ഞാൻ പറഞ്ഞത് ആ പാക്കേജിനെ പറ്റിയുള്ള കൺസെപ്റ്റ്. ഇമ്പോർട്ട് ജാവ ഡോട്ട് AWT ഡോട്ട് സ്റ്റാർ, അവിടെയും ഡോട്ട് സ്റ്റാർ എന്ന് പറയുമ്പോൾ എ ലോട്ട് ഓഫ് ക്ലാസ്സസ് ആർ കമ്മിങ് ഇൻസൈഡ് ദാറ്റ്, എഗെയിൻ അനദർ പാക്കേജ്. പിന്നെ ജാവ ഡോട്ട് AWT ഡോട്ട് ഈവൻ ഡോട്ട് സ്റ്റാർ, അവിടെ ഈവന്റ് എന്ന് പറയുന്നതിനകത്ത് ലോട്ട് ഓഫ് ക്ലാസ്സസ്, അനദർ പാക്കേജ്. അപ്പൊ 3 പാക്കേജ് യു ആർ ഗോയിങ് ടു ഇമ്പോർട്ട്. ശ്രദ്ധിക്കണം, പാക്കേജ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ആപ്ലെറ്റിന്റെ അകത്ത് ഒരുപാട് ക്ലാസ്സസ് ഉണ്ട്, ഇതൊക്കെ നമുക്ക് വേണ്ടതാണ്. AWTക്ക് അകത്ത് ഒരുപാട് ക്ലാസ്സസ് ഉണ്ട്, AWT ഡോട്ട് ഈവൻ ഡോട്ട് സ്റ്റാറിനകത്ത് ഒരുപാട് ക്ലാസ്സസ്. ഇനി ആപ്ലെറ്റിനകത്ത് ഏതൊക്കെ ഒരുപാട് ക്ലാസ്സസ് ഉണ്ടെന്ന് പറയും. ഇവിടെ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? ആപ്ലെറ്റ് ഈസ് എ കണ്ടെയ്നർ. ഈസ് എ കണ്ടെയ്നർ. നമ്മുടെ ഈ പറയുന്ന കൺട്രോൾസ് ആയ ബട്ടണ്, ചെക്ക് ബോക്സ്, ഇതുപോലത്തെ സാധനങ്ങളെല്ലാം എടുത്തു വെക്കുന്ന ഒരു കണ്ടെയ്നറാണ് ആപ്ലെറ്റ് എന്ന് പറയുന്നത്. അപ്പം ആപ്ലെറ്റ് ഈസ് എ കണ്ടെയ്നർ. ഈ ആപ്ലെറ്റിനെ എടുത്തു വെക്കാൻ, ആപ്ലെറ്റ് എന്ന് പറയുന്നത് ആ കണ്ടെയ്നറിനെ എടുത്തു വെക്കാൻ, ആപ്ലെറ്റ് മാത്രമല്ല, അതിനകത്ത് ഒരുപാട് കണ്ടെയ്നേഴ്സ് ഉണ്ട്. നമുക്ക് ആ ആപ്ലെറ്റ് എന്ന് പറയുന്ന കണ്ടെയ്നർ ആവശ്യമുള്ളതുകൊണ്ട് വി ആർ ഇമ്പോർട്ടിങ്, ടെർമിനോളജി ശ്രദ്ധിക്കണം, ഇമ്പോർട്ടിങ് ജാവ ഡോട്ട് ആപ്ലെറ്റ് ഡോട്ട് സ്റ്റാർ. വി ആർ ഇമ്പോർട്ടിങ് ജാവ ഡോട്ട് ആപ്ലെറ്റ് ഡോട്ട് സ്റ്റാർ. ഇനി അബ്സ്ട്രാക്ട് വിൻഡോ ടൂൾ കിറ്റ്, AWT. AWT എന്ന് പറഞ്ഞാൽ അബ്സ്ട്രാക്ട് വിൻഡോ ടൂൾ കിറ്റ് ആണ്. ദാറ്റ് മീൻസ് അതിനകത്ത് ബട്ടൺ ഉണ്ട്, ചെക്ക് ബോക്സ് ഉണ്ട്, ലിസ്റ്റ് ഉണ്ട്, അതുപോലുള്ള സകല പിന്നെ ഇതും ഇതിനകത്തുണ്ട്. പിന്നെ അബ്സ്ട്രാക്ട് വിൻഡോ ടൂൾ കിറ്റ്. അപ്പൊ നമുക്ക് ബട്ടണോ ചെക്ക് ബോക്സോ എന്തെങ്കിലും സാധനം അതിനകത്ത് എടുത്തു വെക്കണമെങ്കിൽ യു ഹാവ് ടു ഇമ്പോർട്ട് ജാവ ഡോട്ട് AWT ഡോട്ട് സ്റ്റാർ. അനദർ നൗ കംസ് ഇമ്പോർട്ട് ജാവ ഡോട്ട് AWT ഡോട്ട് ഈവൻ ഡോട്ട് സ്റ്റാർ. ബട്ടണെ പ്രസ് ചെയ്യണം, ബട്ടൺ ഈവന്റ് ഉണ്ടാകും. ആ ഈവന്റ് ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ജാവ ഡോട്ട് AWT ഡോട്ട് ഈവൻ ഡോട്ട് സ്റ്റാർ അതിനകത്ത് എടുത്തു. അപ്പൊ 3 പാക്കേജ് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അടുത്ത താഴോട്ട് വരുമ്പോൾ ഇത് കുറെ കൺട്രോൾസ് ആണ്, കുറെ കൺട്രോൾസ് ആണ്. അതായത് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ടെക്സ്റ്റ് ഫീൽഡ് പറയുന്നുണ്ട്, പിന്നെ ലിസ്റ്റ്, ഇങ്ങനെ കുറെ എണ്ണം. ഈ കൺട്രോൾസ് എല്ലാം എടുത്തു വെക്കാൻ കാരണം നമ്മൾ AWT എന്ന് പറയുന്ന പാക്കേജിനെ നമ്മൾ ഇത് ചെയ്തതുകൊണ്ട്, AWT എന്ന് പറയുന്ന പാക്കേജിനെ നമ്മൾ ഇത് ചെയ്തു. ശ്രദ്ധിക്കുക, ഇംപ്ലിമെന്റ്സ് ആക്ഷൻ ലിസണർ. ഈ ആക്ഷൻ ലിസണർ ഇസ് ദ ഇന്റർഫേസ്. ഈ ആക്ഷൻ ലിസണർ എന്ന് പറയുന്നതാണ് ഇന്റർഫേസ്. ഈ ഇന്റർഫേസിനെ നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ യൂസ് ചെയ്യും. ഈ ആക്ഷൻ ലിസണർ എന്ന് പറയുന്ന ഇന്റർഫേസിലാണ് നമുക്കുള്ള മെസ്സേജ് പാസ് ചെയ്യാനുള്ള സകല മെക്കാനിസവും ആക്ഷൻ ലിസണർ. അപ്പം ആക്ഷൻ ലിസണറിലുള്ള ഇതാണ് ഈ മെസ്സേജ് പാസ് ചെയ്യാനുള്ള കംപ്ലീറ്റ് മെക്കാനിസം നമുക്ക് ആക്ഷൻ ലിസണർ. അതുകൊണ്ട് നമ്മൾ ആക്ഷൻ ലിസണറിനെ ഇംപ്ലിമെന്റ് ചെയ്യും, ആപ്ലെറ്റും യൂസ് ചെയ്യും. ഇവിടെ ആക്ഷൻ ലിസണർ ആഡ് ചെയ്തു. ഇവിടാണ് നമ്മൾ നോക്കുക, ഈ ഡോട്ട് ഗെറ്റ് സെലക്ടഡ് ഐറ്റം. അപ്പം ഈ എന്ന് പറയുന്നത് ആക്ഷൻ ഈവന്റ്. ആ ഈ ആക്ഷൻ ഈവന്റ് വെച്ചാണ് നമ്മളൊരു ഐറ്റത്തിലേക്ക് ഒരു ഐറ്റം സെലക്ട് ചെയ്യും. ആ സെലക്ട് ചെയ്ത ഐറ്റം ലൈൻ ആണെങ്കിൽ F=1. അപ്പൊ ലൈൻ L എന്ന് പറയുന്ന ആ ഇതിനകത്ത് ലൈൻ എന്ന് പറയുന്ന ലിസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഗെറ്റ് ഡോട്ട് സെലക്ടഡ് ഐറ്റം എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് ഐഡി ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്ഷൻ ഇവന്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ട്. ഇത് നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം ഇവിടെ നടക്കുന്നു, സകല ആക്ടിവിറ്റീസ് നടക്കുന്നു. അപ്പം
എൽ ഡോട്ട് ഗെറ്റ് സെലക്ടഡ് ഐറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ആ ലിസ്റ്റിനകത്തുനിന്ന് പ്രസ് ചെയ്യും. ആ പ്രസ് ചെയ്യുന്ന ഇതിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പ്രസ് ചെയ്യുന്ന ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈവന്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ട് ചെയ്യും. ഇതാണ് ആക്ഷൻ ഈവന്റ് എന്ന് പറയുന്നത് മെക്കാനിസം. അപ്പൊ ഇതാണ് മെസ്സേജ് പാസിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മൾട്ടി ത്രെഡിങ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്. ഇതാണ് മൾട്ടി ത്രെഡിങ്. മൾട്ടി ത്രെഡിങ്ങില് ഇവിടെ ഇംപ്ലിമെന്റ്സ് റണ്ണബിൾ പറഞ്ഞു. ഈ മൾട്ടി ത്രെഡിങ് നമുക്കിപ്പോ ഇതിനകത്ത് നിങ്ങൾക്ക് ഇതിന്റെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക് ആയിട്ട് വരുന്നതാണ് ഈ മൾട്ടി ത്രെഡിങ്. ഈ മൾട്ടി ത്രെഡിങ് എന്ന് പറയുമ്പോഴത്തേന് ലോട്ട് ഓഫ് ത്രെഡ്സ് ആർ കമ്മിങ് ടുഗദർ. എന്താണ് ത്രെഡ് എന്ന് പറയുന്നത്? ഈ ത്രെഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ആക്ടിങ് സൈമിൾട്ടേനിയസ്ലി. സൈമിൾട്ടേനിയസ്ലി ആക്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആക്ച്വലി ദേ ആർ നോട്ട് സൈമിൾട്ടേനിയസ്ലി ആക്ടിങ്. പക്ഷെ നമുക്ക് അങ്ങനെ ആക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. ത്രെഡ് T1 ആക്ട് ചെയ്യുന്നു, T2 ആക്ട് ചെയ്യുന്നു, അതെല്ലാം ആക്ട് ചെയ്യുന്നു. അപ്പൊ ഈ ത്രെഡുകളെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇന്റർഫേസ് റണ്ണബിൾ. അപ്പം ത്രെഡുകളുണ്ട്. ത്രെഡ് T1, T2, T3 എന്ന് പറഞ്ഞുണ്ട്. ഈ T1, T2, T3 എത്ര ത്രെഡ് വേണേ ആകാം. ഈ ത്രെഡുകൾ ഒന്നിച്ച് ആക്ട് ചെയ്യുന്നു. മുമ്പേ പറഞ്ഞ പോലത്തെ പ്രശ്നം വരുന്നു. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ത്രെഡ് ഒരു പെർട്ടിക്കുലർ മെത്തേഡിനെ ക്യാപ്ചർ ചെയ്തു, എന്നിട്ട് വേറൊരു ത്രെഡ് അതിനെ ആക്സസ് ചെയ്യാൻ. അവിടെ നമുക്ക് എന്ത് സംഭവിക്കും? ഡെഡ് ലോക്ക് ഉണ്ട്. ഇവിടെ ത്രെഡ് ഡോട്ട് സ്ലീപ്പ് എന്ന് പറയുന്നത്. ഈ ത്രെഡ് ഡോട്ട് സ്ലീപ്പ് എന്താണെന്നല്ലോ, സ്ലീപ്പ് എന്ന് പറയുന്നത് ദാറ്റ് ഇൻ മില്ലി സെക്കൻഡ്. ഇപ്പൊ T1 എന്നൊരു ത്രെഡ് ഉണ്ട്, അതുപോലെ തന്നെ T2 എന്ന് പറഞ്ഞൊരു ത്രെഡ് ഉണ്ടെങ്കിൽ T1നും T2 ഹാപ്പൻ ചെയ്യുന്നതിനിടയ്ക്ക് ഇത്ര മില്ലി സെക്കൻഡിന്റെ മാറ്റം, 1000 മില്ലി സെക്കൻഡ്. ഈ ഗ്യാപ്പിനെയാണ് ത്രെഡ് ഡോട്ട് സ്ലീപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ആ സ്ലീപ്പ് കൊടുത്തെങ്കിൽ മാത്രമേ ഈ ത്രെഡുകൾ തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവൂ. ഇതാണ് അതിനകത്തെ കൺസെപ്റ്റ് ആയിട്ട് വരുന്നത് ത്രെഡിങ്. അപ്പം എക്സെപ്ഷൻ ഇതെന്ന് പറയുന്നത് മൾട്ടി ത്രെഡിങ്. മൾട്ടി ത്രെഡിങ് ഇതിന്റെ ഈ കഴിഞ്ഞ ബിഹേവിയർ മോഡലിന്റെ ഏറ്റവും ലാസ്റ്റത്തെ ടോപ്പിക്കാണ്. ഒന്നുകൂടെ ഞാൻ പറയാം. അതിനകത്തെ കൺസെപ്റ്റ് ഇതാണ്. ലോട്ട് ഓഫ് functions are coming and these functions are lot of processes are coming. These processes are using functions. Suppose a function A is using suppose a process A is using a function B and another function another process C is trying to access B. എന്നിട്ട് ഏതെങ്കിലും B is released. അപ്പൊ കമ്പ്യൂട്ടേഷൻ എറർ ഉണ്ടാകും. അങ്ങനെ എറർ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ പറയുന്ന മോണിറ്റർ പോലൊരു കൺസെപ്റ്റാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, സിങ്ക്രണൈസ് ചെയ്ത് ത്രെഡിനെ സിങ്ക്രണൈസ് ചെയ്ത് കീപ്പ് ചെയ്യും. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിലെ മൾട്ടി ത്രെഡിങ് ഹാൻഡിലിംഗ്. ഒന്നുകൂടെ ശ്രദ്ധിക്കണം, ത്രെഡ് ആയിട്ടാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ സൈമിൾട്ടേനിയസ് പ്രോസസ്സസിനെ പറയുന്നത്. Actually these simultaneous processes are not simultaneous in its exact meaning. There is a slight time gap ഉണ്ട്. അപ്പൊ ഈ ഒരു പ്രോസസ്സ് മറ്റേ പ്രോസസ്സിനെ കഴിക്കാനായിട്ട് പ്രോസസ്സ് വേറൊരു പ്രോസസ്സുമായിട്ട് കൊളൈഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കീബോർഡാണ് സിങ്ക്രണൈസ്ഡ്. വ്യത്യാസം. അടുത്ത കൺസെപ്റ്റ് ആണ് എക്സെപ്ഷൻ ഹാൻഡ്. എക്സെപ്ഷൻ ഹാൻഡിങ് മീൻസ്, അതായത് എക്സെപ്ഷൻ ഹാൻഡിങ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് റൺ ടൈം എറർ ഹാൻഡ്ലിങ്. ആക്ച്വലി റൺ ടൈം എറർ ഹാൻഡ്ലിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കമ്പൈൽ ചെയ്യുമ്പോൾ ദർ ഇസ് നോ എറർ. സിൻടാക്സോ സെമാൻറ്റിക്സോ അതിലൊന്നും യാതൊരു അറിവില്ല. പക്ഷേ നമ്മൾ കൊടുക്കുന്ന ചില വാല്യൂസ് അതിനകത്ത് ഈ പ്രോബ്ലം വന്നു കഴിയുമ്പോഴത്തേന് ആ വാല്യൂസിൽ പ്രോബ്ലം വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ
ഇത് ഉണ്ടാവില്ല. ഈ ആ പ്രോഗ്രാം ക്രാഷ്. അപ്പൊ പ്രോഗ്രാം ക്രാഷ് ആകുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് റൺ ടൈം എറർ. അപ്പൊ ഈ റൺ ടൈം എററിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ജാവ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് എക്സെപ്ഷൻ ക്ലാസ്. നമ്മൾ തന്നെ ശ്രദ്ധിക്കുക, we have created our own exception അല്ലെ? അതായത് ക്ലാസ് ന്യൂട്ടൺ എക്സെപ്ഷൻ എക്സ്റ്റെൻസ് എക്സെപ്ഷൻ. ഇവിടെ ന്യൂട്ടൺ എക്സെപ്ഷൻ എന്ന് പറഞ്ഞ ഒരു എക്സെപ്ഷൻ ക്ലാസ്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. എന്ത് യൂസ് ചെയ്ത്? ബിൽറ്റ് ഇൻ ആയിട്ടുള്ള എക്സെപ്ഷൻ ക്ലാസ്സിനെ യൂസ് ചെയ്തു. എറർ പോലത്തെ കാര്യങ്ങൾ നിങ്ങൾ പിന്നെ അത് വായിച്ചു നോക്കാം. അപ്പൊ ഈ ന്യൂട്ടൺ എക്സെപ്ഷൻ എന്ന് പറയുന്ന ആ എക്സെപ്ഷൻ ക്ലാസ്സിനെ നമ്മൾ എക്സെപ്ഷൻ എന്ന് പറയുന്ന ബിൽറ്റ് ഇൻ ക്ലാസ് കൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ നമ്മളൊരു കണ്ടീഷൻ പറയാണ്, യുവിനോ എക്കോ ടിക്കോ ഒരു പർട്ടിക്കുലർ വാല്യൂ കൂടുതൽ വാല്യൂ വന്നാൽ ദ പ്രോഗ്രാം മസ്റ്റ് ത്രോ ആൻ എക്സെപ്ഷൻ. അപ്പൊ ശ്രദ്ധിക്കുക, ഡിസ്റ്റൻസ് എന്ന് പറയുന്ന മെത്തേഡ് ത്രോസ് ന്യൂട്ടൺ എക്സെപ്ഷൻ. എപ്പോൾ ഇഫ് എ ഗ്രേറ്റർ ദാൻ 1000 ആണെങ്കിൽ ത്രോ ന്യൂ ന്യൂട്ടൺ എക്സെപ്ഷൻ, എൽസ് യു ഇൻറ്റു ടി പ്ലസ് 5 ഇൻറ്റു എ ഇൻറ്റു ടി ഇൻറ്റു ടി. അതായത് നമ്മളോട് പ്രോഗ്രാമിൽ പറഞ്ഞിരിക്കുന്ന ആക്സിലറേഷൻ ഗ്രേറ്റർ ദാൻ 1000 ആണെങ്കിൽ നോ നീഡ് ടു കമ്പ്യൂട്ട് എന്താ പറയേണ്ടത് വി. അങ്ങനെയെങ്കിൽ എ ഗ്രേറ്റർ ദാൻ 1000 ആണെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ന്യൂട്ടൺ എക്സെപ്ഷൻ എന്ന് പറയുന്ന എക്സെപ്ഷൻ ത്രോ ചെയ്യും. എന്നിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ ന്യൂട്ടൺ എക്സെപ്ഷൻ നമ്മൾ പറഞ്ഞു. ആ പറഞ്ഞു കൊടുത്തിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേ ചെയ്യാനാണ് പറയുന്നത്. ശ്രദ്ധിക്കാം, ന്യൂട്ടൺ എക്സെപ്ഷൻ N1. അപ്പൊ അതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, സപ്പോസ് യു ആർ ഗോയിങ് ടു ഗീവ് 10,000 വാല്യൂ എന്ന് വിചാരിക്കുക. 10,000 വാല്യൂ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഉടൻ തന്നെ കറസ്പോണ്ടിങ് എക്സെപ്ഷൻ എന്ന് പറയും 10,000 പ്രോഗ്രാം സ്റ്റോപ്പ് ആകും. അപ്പൊ ഇതാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് മെക്കാനിസം എന്ന് പറയുന്നത്. നമുക്കൊന്നുകൂടെ നോക്കാം. പാക്കേജ് എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് ഇതല്ലോ ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യാണ് വിത്ത് 2 ക്ലാസ്സസ്. അപ്പൊ 2 ക്ലാസ് ഈ പാക്കേജിനകത്തും ക്ലാസ് സിലിണ്ടർ, ക്ലാസ് വോളിയം ഈ പാക്കേജിനകത്ത്, എന്നിട്ട് ആ ക്ലാസ് രണ്ടും കൂടെ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യും. അപ്പം നമ്മളിപ്പം മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പാക്കേജ് എന്താണെന്ന് മനസ്സിലായി, ഇന്റർഫേസ് എന്താണെന്ന് മനസ്സിലായി, എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്താണെന്ന് മനസ്സിലായി, മൾട്ടി ത്രെഡിങ് മനസ്സിലായി, പിന്നെ മെസ്സേജ് പാസിംഗ് മനസ്സിലായി. അതുപോലെ ഇങ്ങനത്തെ ആ കൺസെപ്റ്റ് എല്ലാം നമുക്ക് ആ കൺസെപ്റ്റ് എല്ലാം കൂടെ ഒന്ന് റീവൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നോട്ട്സ് ഒന്ന് നോക്കാം. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മുടെ പ്രോഗ്രാമില് നമ്മുടെ ബിഹേവിയർ മോഡൽ, നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്ന ബിഹേവിയർ മോഡലാണ്. ബിഹേവിയർ മോഡൽ എന്ന് പറയുമ്പോൾ ദാറ്റ് ഷോസ് ഇന്റേണൽ ലോജിക്. ബിഹേവിയർ മോഡൽ ഷോസ് ഇന്റേണൽ ലോജിക്. Then comes interaction. Interaction simply means message pass. അതായത് നമ്മളിപ്പോ കണ്ട പ്രോഗ്രാമിലെ ബട്ടൺ പ്രസ് ചെയ്തപ്പം ബട്ടൺ ടെക്സ്റ്റ് ഫീൽഡിനോട് എഫിന്റെ അല്ല ബട്ടൺ എഫ് എന്ന വലിയ വേരിയബിളിനോട് 1 കൊടുക്കാൻ പറഞ്ഞ ആ പാസിംഗ് ഉണ്ടല്ലോ, ആ മെസ്സേജ് പാസിംഗ് ആണ് ഇന്ററാക്ഷൻ. ഇന്ററാക്ഷൻ ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു ക്ലാസ് കാണും. ഈ ക്ലാസ്സിനോട് അസോസിയേറ്റ് ചെയ്ത മെസ്സേജ് ഏതാന്ന് കാണും. അതുപോലെ തന്നെ ആ ക്ലാസ്സിനോട് അസോസിയേറ്റ് ചെയ്ത റിലേഷൻ. മനസ്സിലായല്ലോ, ഇന്ററാക്ഷൻ ഡയഗ്രാം. പിന്നെ ഉള്ളതാണ് നമ്മുടെ ആക്ടിവിറ്റി ഡയഗ്രാം. ആക്ടിവിറ്റി ഡയഗ്രാംസിനകത്ത് ആക്ടിവിറ്റീസ് കാണും.
എന്താണ് ആക്ടിവിറ്റീസ്? ഒരു ആക്ടർ സിസ്റ്റവുമായിട്ട് നടക്കുന്ന ഇന്ററാക്ഷനാണ് ശരിക്കും ആക്ടിവിറ്റി. അപ്പൊ ഈ ആക്ടിവിറ്റി ഡയഗ്രാംസിൽ ആക്ടിവിറ്റിയുടെ സീക്വൻസ്, ആക്ടിവിറ്റിയുടെ ഫ്ലോ, ഈ ആക്ടിവിറ്റിയുടെ ഫ്ലോയെ രണ്ട് വിധത്തിൽ പറയും. ഒന്ന് സീക്വൻസ് ഫ്ലോ, ആക്ടിവിറ്റി സീക്വൻസ് ആയിട്ട് പോകുന്നത് കാണിക്കും. മറ്റൊന്ന് ആക്ടിവിറ്റിയുടെ പിന്നെ കൊളാബറേഷൻ, അറ്റ് എ ടൈമിൽ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഏത് ആക്ടിവിറ്റി ഇൻവോക്ക് ആയി അത് നോക്കുന്നതാണ് മറ്റൊരു കൊളാബറേഷൻ. പിന്നെ യൂസ് കേസ്. യൂസ് കേസ് എന്ന് പറഞ്ഞാൽ ഡൈനാമിക് ബിഹേവിയർ, അതായത് ഫ്ലോ. യൂസ് കേസും ബിഹേവിയറൽ മോഡലും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ബിഹേവിയറൽ മോഡലില് അത് ഇന്റേണൽ ലോജിക്ക് മാത്രമേ പറയുള്ളൂ. ഡൈനാമിക് ബിഹേവിയറിൽ കംപ്ലീറ്റ് ആ പ്രോജക്റ്റിന്റെ ഡൈനാമിക്സം ആണ്. അതായത് മെസ്സേജ് പാസിംഗ്, മെസ്സേജ് പാസിംഗിലാണ് ഇതിന്റെ ഡൈനാമിക്സം നിൽക്കുന്നത്. അപ്പൊ ഇത്രയും ഫിഗേഴ്സ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ കുറെ സിമ്പിൾസ് ഉണ്ട്. സിമ്പിൾസ് ഞാൻ എന്റെ പവർ പോയിന്റ് കാണിച്ചിട്ടുണ്ട്. പവർ പോയിന്റ് ഞാൻ സെൻഡ് ചെയ്യാം. ഫിഗേഴ്സ് നിങ്ങൾ നിങ്ങളുടെ നോട്ട്സിനകത്ത് നമുക്ക് ഒന്നുകൂടെ നോക്കാം. അതിനകത്ത് ആ ഫിഗേഴ്സ് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെല്ലാം ഉദാഹരണത്തിന് അതിനകത്ത് ഫിഗേഴ്സ് പറയുന്നത് ആക്ടർ ആരാന്ന് പറയുന്നുണ്ട്, ഇനീഷ്യൽ സ്റ്റേറ്റ് എന്താണ്, ഫൈനൽ സ്റ്റേറ്റ് എന്താണ്, ഫോർക്ക് എന്താണ്, അതുപോലെ ആക്ടിവിറ്റി എന്താണ്, യൂസ് കേസ് ഡയഗ്രാം എന്താണ്, ഇതെല്ലാം പറയുന്നുണ്ട്. അപ്പൊ ഒന്ന് ആലോചിക്കുക, ആക്ടർ എന്ന് പറയുമ്പോൾ എപ്പോഴും ദാറ്റ് ഇസ് ആൻ എക്സ്റ്റേണൽ എൻറ്റിറ്റി. അപ്പം ആക്ടർ ഈസ് എക്സ്റ്റേണൽ എൻറ്റിറ്റി. ഇങ്ങനെ ബിഹേവിയർ മോഡൽ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെയാണ് മൾട്ടി ത്രെഡിങ്ങിനെ പറ്റിയുള്ള കൺസെപ്റ്റ് വരുന്നുണ്ട്. മൾട്ടി ത്രെഡിങ് ഞാൻ ഒന്നുകൂടെ പറയാം. ആക്ച്വലി ഇറ്റ് ഈസ് അതായത് മൾട്ടി പ്രോസസ്സിംഗ് ഡൺ ഇൻ എ പെർട്ടിക്കുലർ വേ ആണ് മൾട്ടി ത്രെഡിങ് എന്ന് പറയുന്നത്. മൾട്ടി ത്രെഡിങ്ങിൽ ദർ ആർ മോർ ദാൻ വൺ ത്രെഡ്. ഈ ത്രെഡുകൾ കൊളൈഡ് ചെയ്യാതിരിക്കാനുള്ള മെക്കാനിസം എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നിങ്ങളുടെ ആ നോട്ട്സ് ഒന്ന് നോക്കാം. അപ്പൊ നിങ്ങളുടെ നോട്ട്സിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വാരി വലിച്ച് എഴുതിയിട്ടുണ്ട്. അതായത് ഒന്ന് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതൊന്ന് വായിച്ചു നോക്കാം. ഞാൻ സമയമുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ക്വസ്റ്റ്യന് 22 ഡിസംബർ, ജൂൺ ഡിസംബറിൽ വേണമെങ്കിൽ അതിന്റെ ആൻസർ വേണമെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് അതൊക്കെ അയക്കാൻ നോക്കാം. എക്സ്പ്ലെയിൻ ബിഹേവിയറൽ മോഡൽ. അതായത് ശ്രദ്ധിക്കുക, ബിഹേവിയറൽ മോഡൽ ഹെൽപ്സ് ടു നറേറ്റ് ദ ഇന്റേണൽ പാരാമീറ്റേഴ്സ് ഓഫ് ദി എൻറ്റയർ സിസ്റ്റം വിച്ച് സപ്പോർട്ട്സ് ഓൾ ദി ആക്ടിവിറ്റീസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ആ പറഞ്ഞതിനകത്ത് വേറൊന്നും ഇല്ല, ഇന്റേണൽ ലോജിക്കിനെയാണ് ഈ ബിഹേവിയറൽ മോഡൽ കാണിക്കുന്നതെന്നാണ് ആ പറഞ്ഞതിന്റെ മീനിങ്. ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്ലാസ് ഇൻ ഇൻസ്റ്റൻസ്. ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ നെയിംഡ് എലമെന്റ് ദാറ്റ് റെപ്രസെന്റ് എ മൂവ്മെന്റ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ സ്റ്റേറ്റ്. ഇവിടെ അത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് വേറെ ഇൻസ്റ്റൻസിലേക്ക് പോവുക. അത് മിക്കവാറും ഒരു ക്ലാസിന്റെ ഒരു ഇൻസ്റ്റൻസിൽ നിന്ന് വേറെ ഇൻസ്റ്റൻസിലേക്ക് പോകുന്നതായിരിക്കും ഓപ്പറേഷൻ.
ഫീച്ചേഴ്സ് ഓഫ് എ ക്ലാസ് ആർ റെപ്രസെന്റ് ഇൻ ദ ഫോം ഓഫ് ആട്രിബ്യൂട്ട്സ് ആൻഡ് ഓപ്പറേഷൻ. ഇപ്പൊ ഒരു ക്ലാസ് പറഞ്ഞാൽ അതിനകത്ത് വോയിഡ് ഇൻപുട്ട് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ആൻ ഓപ്പറേഷൻ. നമ്മൾ ഇന്നലെ അത് കണ്ടതാണ്. ഓപ്പറേഷൻ. യൂസ് കേസ് ഡയഗ്രാം, സിസ്റ്റം യൂസ് കേസ്, ഇത് എക്സ്റ്റേണൽ, ഇതാണ് നമ്മൾ പറഞ്ഞ എക്സ്റ്റേണൽ എൻറ്റിറ്റി. ഇത് അതിനകത്ത് ഫംഗ്ഷൻ നടക്കുന്ന ഇത് ശരിക്കും യൂസ് കേസ്. ഈ എക്സ്റ്റേണൽ എൻറ്റിറ്റി യൂസ് കേസുമായിട്ട് ഇന്ററാക്ട് ചെയ്യും. include interaction diagram, collaboration sequence നമ്മൾ പറഞ്ഞതാണ്. activity diagram, activity field order, ഇതിനകത്ത് ഫൈനൽ സ്റ്റേറ്റ് ഇതുപോലത്തെ കാര്യങ്ങൾ. ക്രൂഡ് അനാലിസിസ്, ശ്രദ്ധിക്കുക. ക്രൂഡ് അനാലിസിസ് എന്ന് പറയുമ്പോൾ ഇതാണ്, അതായത് ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ്, ഡിലീറ്റ്, എക്സിക്യൂട്ട്, ഈ 3 റോളുകളാണ് ഇവിടെ. ആക്ഷൻ റോള്. ക്രിയേറ്റ് എന്ന് പറഞ്ഞ റോളുണ്ട്, റീഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്ഡേറ്റ് ഉണ്ട്, ഡിലീറ്റ് ഉണ്ട്, എക്സിക്യൂട്ട്. അതില് മാനേജർക്ക് ക്രിയേറ്റ് ചെയ്യും, റൈറ്റർക്ക് ക്രിയേറ്റ് ചെയ്യാം, റീഡ് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം. മാനേജർക്ക് ക്രിയേറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. റൈറ്റർക്ക് ക്രിയേറ്റ് ചെയ്യാം, റീഡ് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ. എഡിറ്റർക്ക് റീഡ് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം. പബ്ലിഷർക്ക് റീഡ് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം, എക്സിക്യൂട്ട് ചെയ്യാം. ഇതൊക്കെ ആ ഒബ്ജക്റ്റിന്റെ ലൈഫ് ടൈം ഈവന്റ്, മെർജ് ഈവന്റ്. ഇതാണ് നമ്മൾ പറഞ്ഞ മെർജ് ഈവന്റ് എന്ന് പറഞ്ഞത്. ഒരുപാട് ഈവന്റ്സ് വന്നിട്ട് ഒരു മെർജ് ഈവന്റ് കൊടുക്കും, ഫ്ലോ കാണിക്കുന്നു. ഇതൊരു ഡെസിഷനാണ്. 2-3 ഐറ്റം വന്ന് ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നാണ് ഡിസൈഡ് എന്താണ്. അപ്പം ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് റിവ്യൂ ചെയ്ത് പറഞ്ഞാല്, നമ്മുടെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്ലാറ്റ്ഫോമില് എവറിത്തിങ് ഈസ് ഒബ്ജക്റ്റ്. ഈ എവറിത്തിങ് ഈസ് ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒബ്ജക്റ്റുകളെ നമ്മുടെ പ്രോഗ്രാമിനെ കഴിഞ്ഞ തവണ നമ്മളത് സ്ട്രക്ചറൽ മോഡലിംഗ്, ഇതിപ്പം ബിഹേവിയർ മോഡലിംഗ്. സ്ട്രക്ചറൽ മോഡലിംഗില് ഈ ബിഹേവിയറും ഇപ്പോഴത്തെ മോഡലിംഗ് സ്ട്രക്ചറൽ മോഡലിംഗ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, സ്ട്രക്ചറൽ മോഡലിംഗില് ഒബ്ജക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയും. ഈ ഒബ്ജക്റ്റ് തമ്മിലുള്ള ഒബ്ജക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ട് ഒബ്ജക്റ്റിനകത്ത് ഏതൊക്കെ മെത്തേഡ്സ് ഉണ്ട്, ഏതൊക്കെ ഡേറ്റ ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം സ്ട്രക്ചറൽ മോഡലിംഗ് പറയുന്നത്. എന്ന് മാത്രമല്ല, നിങ്ങളത് ഓർക്കുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല, ഒരു മെത്തേഡ് പബ്ലിക് മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വരയ്ക്കുമ്പോൾ മസ്റ്റ് ആയിട്ടും പ്ലസ് സൈൻ കൊടുത്തിരിക്കും. അതുപോലെ തന്നെ പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ പിന്നെ പ്രൈവറ്റ് മെത്തേഡ് ആണെങ്കിൽ നിങ്ങൾ അതിന് മൈനസ് സൈൻ കൊടുത്തിരിക്കും. ഒരു ക്ലാസിന്റെ അതിന്റെ ഒരു കൺവെൻഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ക്ലാസ് നെയിം കൊടുക്കുന്നു,
ഡേറ്റ മെമ്പേഴ്സ് അടുത്ത പോർഷൻ കൊടുക്കുന്നു. അതിന് താഴെ നമ്മൾ പിന്നെ ഫങ്ഷൻസ്, എന്നിട്ട് ഒരു ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ക്ലാസ്സിലേക്ക് മൂവ്മെന്റ് ആരോ, ഇങ്ങനെ ക്ലാസ്സിലെ എല്ലാ എലമെന്റ്സിനെ പറ്റിയും ഇതിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതോടുകൂടി സ്ട്രക്ചറൽ ഇത് കഴിഞ്ഞു. അതായത് പഴയ പ്രോഗ്രാമിൽ സിസ്റ്റം അനാലിസിസ് ആൻഡ് ഡിസൈനിൽ എന്തായിരുന്നോ പ്രൊസീജിയേഴ്സ് ആയിട്ട് ഇന്ന് മെനൂസ് ആയിട്ട് ചെയ്തിരുന്നത്, ഇവിടെ നമ്മൾ ഒബ്ജക്ട്സ് ആക്കിയിരിക്കുക. ഫസ്റ്റ് സ്റ്റേജ് എന്നുള്ള രീതിയിൽ ബേസിക് ആയിട്ട് ആദ്യം നടക്കുന്നത് നമ്മുടെ ഒബ്ജക്റ്റുകളെല്ലാം ഇതാക്കി വെക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു ക്ലാസ് പറയാണ് ക്ലാസ് ബാങ്ക്. ആ ബാങ്കിന്റെ ഒബ്ജക്റ്റ് അക്കൗണ്ട് കൊടുത്തു, ഡിപ്പോസിറ്റ് കൊടുത്തു, അതുപോലെ തന്നെ അതിൽ നിന്ന് ഡിപ്പോസിറ്റ് കൊടുക്കുന്ന വിത്ഡ്രോ കൊടുത്തു, ബാലൻസ് കാണാനുള്ള കമ്പ്യൂട്ടേഷൻ കൊടുത്തു. ഇത്രയും കാര്യങ്ങളുടെ ഒരു മെത്തേഡ് ക്ലാസ് ബാങ്കിനകത്ത് കൊടുക്കും. ക്ലാസ് കസ്റ്റമർക്ക് പിന്നെ വിത്ഡ്രോ ചെയ്യാനും ഇത് ചെയ്യാനുള്ള പ്രൊവിഷനുള്ള കൊടുക്കുന്ന ഫങ്ഷൻസ് കസ്റ്റമർക്കും കൊടുക്കും. അപ്പം കസ്റ്റമർ വിത്ഡ്രോ ചെയ്യുന്നു, ബാങ്ക് ബാലൻസ്. അപ്പൊ ആ ബാലൻസ് കാണിക്കുന്നൊന്നും അതിനകത്ത് വരത്തില്ല. അതിനകത്ത് ഈ ക്ലാസ്സുകളും ആ ക്ലാസ്സുകൾക്കകത്തുള്ള ഫങ്ഷൻസും മാത്രം വരും. സ്ട്രക്ചറൽ മോഡൽ, ഫുള്ളി സ്ട്രക്ചർ. അപ്പൊ അതിനകത്ത് പക്ഷെ ഇതൊക്കെ പറയും, ക്ലാസ്സസ് ഏതാന്ന് പറയും, വിച്ച് ആർ പാക്കേജസ്, വിച്ച് ആർ കമ്പോണൻസ്, വിച്ച് ആർ ഡിപ്പെൻഡൻസീസ്, ഇതെല്ലാം അതിനകത്ത് പറയും. പക്ഷെ നോ ആക്ഷൻ. അപ്പൊ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ശ്രദ്ധിക്കുക, ഒബ്ജക്റ്റ് ഓറിയന്റഡ് അനാലിസിസിൽ എവരിതിങ് ഈസ് ഒബ്ജക്റ്റ് and in the structural diagram we give only objects. Detailed object specification നമ്മൾ സ്ട്രക്ചറൽ അനാലിസിസ് കൊടുക്കും. then അതിനകത്ത് മെത്തേഡ്സ് ഉണ്ട്, മെത്തേഡ്സ് സ്പെസിഫൈ ചെയ്യാൻ നമുക്ക് മാർഗമുണ്ട്, പ്ലസ് മൈനസ് അങ്ങനെ പല വിധത്തിൽ അതിനകത്ത് കൊടുക്കും. അങ്ങനെ മെത്തേഡ്സും എല്ലാം കൊടുത്ത് സ്ട്രക്ചറൽ ഇതുണ്ടാകും. പിന്നെ അടുത്ത് ഇപ്പൊ ഇന്നത്തെ വരുമ്പോഴാണ് ബിഹേവിയറൽ മോഡൽ. ബിഹേവിയറൽ മോഡലില് ആദ്യം ബിഹേവിയറൽ മോഡൽ ഇന്റേണൽ ലോജിക്കാണ് പറയുന്നത്. ഇന്റേണൽ ലോജിക്ക് ഒന്നും സ്ട്രക്ചറൽ മോഡൽ കാണിക്കുന്നില്ല. ഇതിനകത്ത് ഇന്റേണൽ ലോജിക്കും എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കാണിക്കുന്നു. ഇന്റേണൽ ലോജിക്ക് എന്ന് പറയുമ്പോൾ അതായത് ഇതിന്റെ ഡിപ്പെൻഡൻസി എന്താണ്, ഡിപ്പെൻഡൻസിന്റെ ഏതിൽ നിന്ന് എങ്ങോട്ടാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യങ്ങൾ, ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതും മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടെങ്കിലും ഈ മെസ്സേജ് എങ്ങനെയാണ് പാസ് ചെയ്യുന്നത്, എപ്പോഴാണ് പാസ് ചെയ്യുന്നത് എന്നുള്ളത് ബിഹേവിയറൽ മോഡൽ പറയുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ബിഹേവിയർ മോഡലിനെ പറ്റി പറയുമ്പോൾ അത് ഇന്റേണൽ ലോജിക്ക് മാത്രം ഷോ ചെയ്യുന്നത്. അത് ഇന്റേണൽ ലോജിക്ക് മാത്രം ഷോ ചെയ്യും. എപ്പോഴാണ് ട്രിഗർ ചെയ്യുന്നത്, അതായത് ഇത് മെസ്സേജിന്റെ കാര്യത്തില് ഇതിനെ ട്രിഗർ ചെയ്യാന്ന് പറയും. മെസ്സേജ് ട്രിഗർ ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന ആക്ടിവിറ്റി ഡയഗ്രാമും ഈ പറയുന്ന മറ്റെന്താ പറയേണ്ടത് സീക്വൻസ് ഡയഗ്രാമും ഇതെല്ലാം ട്രിഗർ ചെയ്യുമ്പോഴാണ്. അപ്പൊ ഈ ട്രിഗർ ചെയ്യുന്ന സിറ്റുവേഷൻ ഈ ബിഹേവിയർ മോഡൽ പറഞ്ഞില്ല. ട്രിഗർ ചെയ്യുന്ന സിറ്റുവേഷൻ വരുന്ന ആക്ടിവിറ്റി ഡയഗ്രാം. ആക്ടിവിറ്റി ഡയഗ്രാമിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ബട്ടണെ പുഷ് ചെയ്യുമ്പോൾ ഒരു ഈവന്റ് ട്രിഗർ ചെയ്യും. ആ ട്രിഗർ ഈ ബട്ടണും ഈ കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് കാണിക്കും, പക്ഷെ ട്രിഗർ ചെയ്യുന്ന സിറ്റുവേഷൻ കാണിക്കുക. ട്രിഗർ ചെയ്യുന്ന സിറ്റുവേഷനൂടെ കാണിച്ചു കഴിയുമ്പോൾ ആക്ടിവിറ്റി ഡയഗ്രാം. അപ്പം ആക്ടിവിറ്റി ഡയഗ്രാമില് ട്രിഗർ ചെയ്യുന്നത് കാണിക്കും. അതുപോലെ തന്നെ ബിഹേവിയറൽ മറ്റേ ഇതില് യൂസ് കേസിനകത്ത് ഡൈനാമിക് ബിഹേവിയർ, യൂസ് കേസിലാണ് ശരിക്കും ഡൈനാമിക് ബിഹേവിയർ കാണിക്കുന്നത്. യൂസ് കേസിനോട് ഇന്ററാക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ എൻറ്റിറ്റിക്ക് നമ്മൾ പറയുന്ന പേരാണ് ആക്ടർ. That actor may be a student, may be a customer, may be an employee, may be a labor. എന്ത് വേണമെങ്കിൽ ആകാം. അപ്പൊ ആക്ടർ യൂസ് കേസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. അത് കഴിയുന്നുണ്ടെങ്കിൽ തന്നെ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ്, ആക്ഷൻസ് ഉണ്ടാകും. സീക്വൻസ് ഓഫ് ആക്ഷൻസ് ഉണ്ടാകാം, അല്ലെ കൊളാബറേഷൻ ഓഫ് ആക്ഷൻസ് ഉണ്ടാകാം. സീക്വൻസ് ഓഫ് ആക്ഷൻസിന് സീക്വൻസ് ഡയഗ്രാമെന്നും ഒരു പർട്ടിക്കുലർ ടൈമിൽ ഉണ്ടാകുന്ന ഒരു പർട്ടിക്കുലർ ആക്ഷന് യൂസ് ചെയ്യുന്നതിന് നമ്മൾ കാണിക്കുന്ന ഡയഗ്രാമിനെ നമ്മൾ കൊളാബറേഷൻ ഡയഗ്രാം എന്ന് പറയും. ഇനി ഇത്രയും കാര്യങ്ങൾ അതിന്റെ തിയറി ആയിട്ടുള്ളൂ. ഇനി ആക്ച്വലി ഹൗ ഇറ്റ് ഈസ് ഇംപ്ലിമെന്റ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പം ഇപ്പൊ പറഞ്ഞതിനകത്ത് നമ്മൾ പറഞ്ഞു ഒബ്ജക്റ്റുകളുണ്ട്, രണ്ടാമത്തെ ക്ലാസ്സുകളുണ്ട്. ഒബ്ജക്റ്റിനെ ക്ലാസ് ആക്കും, ക്ലാസ്സുകളുണ്ട്. ക്ലാസ്സുകൾക്ക് ഒബ്ജക്റ്റ് ഉണ്ടാവും, ഇൻസ്റ്റൻസ് ഉണ്ടാവും, ക്ലാസ്സിന് മെത്തേഡ്സ് ഉണ്ടാവും.
ഈ മെത്തേഡ്സ് പബ്ലിക്കോ പ്രൈവറ്റോ ആകാം, ഈ ഡേറ്റ മെമ്പേഴ്സും പബ്ലിക്കോ പ്രൈവറ്റോ ആകാം. ഈ ക്ലാസ്സസ്, ഈ ഒബ്ജക്ട്സ് തമ്മിൽ ദർ ഈസ് എ കമ്മ്യൂണിക്കേഷൻ. അതുപോലെ തന്നെ ഈ മെത്തേഡ്സിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്നാ പറയണ്ടേ, നമ്മൾ ഇന്നലെ കണ്ടതുപോലെ ഉള്ളി ഡിക്ലെയർഡ് മെത്തേഡ്സ് അല്ലെ നെയിംഡ് ഓപ്പറേഷൻസ് ഉള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്, ഇന്റർഫേസ് ഉണ്ട്. ആ നെയിംഡ് ഓപ്പറേഷനുള്ള സ്ട്രക്ചറിനെ നമ്മൾ നമ്മുടെ ക്ലാസ്സിലേക്ക് എടുത്തിട്ട് ആ നെയിംഡ് ഓപ്പറേഷൻസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യും. ഈ നെയിംഡ് ഓപ്പറേഷൻസിനെ നമ്മൾ ഡിഫൈൻ ചെയ്തില്ല എങ്കിൽ നമ്മുടെ ക്ലാസ് അബ്സ്ട്രാക്ട് ആയിരിക്കും. അബ്സ്ട്രാക്ട് ക്ലാസ് സിംപ്ലി മീൻസ് കനോട്ട് ക്രിയേറ്റ് ആൻ ഒബ്ജക്ട്. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പല ഈ മൊഡ്യുലർ അപ്രോച്ച് എന്ന് പറയുമ്പോഴത്തേന് നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് ഒരുപാട് ക്ലാസിന്റെ കളക്ഷൻ ആയിട്ടുള്ള പാക്കേജസ് വേണം. ഈ പാക്കേജസ്, ഒരുപാട് പാക്കേജസ് കമ്പൈൻ ചെയ്ത് വലിയൊരു പാക്കേജ് ആകാം, അല്ലെ പാക്കേജസുകൾക്ക് സബ് പാക്കേജ് ആകാം. ബിൽറ്റ് ഇൻ പാക്കേജ് ഉണ്ട്, യൂസർ ഡിഫൈൻഡ് പാക്കേജ്. ബിൽറ്റ് ഇൻ പാക്കേജ് ആണ് നമ്മളിപ്പോ പറഞ്ഞതുപോലെ ഇപ്പൊ പറയുന്ന java.io.star എന്ന് പറയുന്നത് ബിൽറ്റ് ഇൻ പാക്കേജ് ആണ്. മറ്റേ എന്താ പറയേണ്ടത് AWT.star എന്ന് പറയുന്നത് ബിൽറ്റ് ഇൻ പാക്കേജ് ആണ്. java.awt.even.star എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അനദർ ബിൽറ്റ് ഇൻ പാക്കേജ് ആണ്. പക്ഷെ ഇതല്ലാതെ നമ്മളിപ്പോ എക്സാമ്പിളിൽ കണ്ടതുപോലെ നമ്മൾ തന്നെ ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യാം. സച്ച് ആസ് ജോമെട്രി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ പാക്കേജസ് ക്രിയേറ്റ് ചെയ്യും. അപ്പം പാക്കേജസ് ക്രിയേറ്റ് ചെയ്യാം, ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അടുത്താണ് മൾട്ടി ത്രെഡിങ്ങിനെ പറ്റിയുള്ള കൺസെപ്റ്റ് നമ്മൾ കണ്ടു. മൾട്ടി ത്രെഡിങ്ങിനെ പറ്റിയുള്ള കൺസെപ്റ്റ് ഇപ്പൊ ഇതിനകത്ത് ഫോർക്ക് എന്നൊരു ഡയഗ്രാം, ഒരു സിമ്പൽ ഉണ്ട്. ഈ ഫോർക്ക് എന്ന് പറയുന്ന സിമ്പല് ത്രെഡ്സ് വന്ന് ചേരുന്ന ഒരു സിമ്പലാണ് ഈ ഫോർക്ക് വരുന്നത്. ഈ ത്രെഡ്സ് എന്ന് പറയുന്നത് പ്രോസസ്സസ്. ഈ പ്രോസസ്സസ് എന്താ പറയണ്ടേ, ഈ പ്രോസസ്സ് സൈമൾട്ടേനിയസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നാണ് കൺസെപ്റ്റ്. എക്സാക്ട്ലി സൈമൾട്ടേനിയസ് ആണോ എന്ന് വെച്ചാൽ സൈമൾട്ടേനിയസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ഈ പ്രോസസ്സുകളെ നമ്മൾ പിന്നെ കൊളൈഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് സിങ്ക്രണൈസ് എന്നുള്ള കീവേഡ് ഉപയോഗിച്ച് മോണിറ്റർ കൊടുക്കും. അപ്പൊ ഇതെല്ലാം തന്നെ ബിഹേവിയർ മോഡൽ അല്ലെങ്കിൽ യൂസ് കേസിനകത്ത് ഇതെല്ലാം ഉണ്ടായിരിക്കണം. യൂസ് കേസിനോട് ആക്ടർ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ആ ഇന്ററാക്ഷൻ കറക്റ്റ് ആകണമെന്നുണ്ടെങ്കിൽ യൂസ് കേസിൽ ഇതെല്ലാം വേണം. യൂസ് കേസ് ഈസ് ആക്ച്വലി ഡൈനാമിക് ബിഹേവിയർ ഓഫ് ദ സിസ്റ്റം. അതിനകത്ത് ആ ഡൈനാമിക് ബിഹേവിയർ വേണം. യൂസ് കേസിനകത്ത് നമ്മൾ കൊടുക്കേണ്ട സിമ്പിൾസ് എല്ലാം നമ്മളൊന്ന് കാണിച്ചു. ആ സിമ്പിൾസും കൂടെ നമുക്കൊന്നുകൂടെ നോക്കണം. ഇനി നമുക്ക് നോക്കേണ്ടത് ആ സിമ്പിൾ യൂസ് കേസിനകത്ത് യൂസ് ചെയ്യുന്ന സിമ്പിൾസ്, ആക്ടിവിറ്റി ഡയഗ്രാംസിനകത്ത് യൂസ് ചെയ്യുന്ന സിമ്പിൾസ്. ആ സിമ്പിൾസ് രണ്ടും ആക്ടിവിറ്റി ഡയഗ്രാമിലും യൂസ് കേസിലും യൂസ് ചെയ്യുന്ന സിമ്പിൾസും ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ഡയഗ്രാമും ഏതെങ്കിലും ഒരു യൂസ് കേസും കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ് നോക്കാം. ആ രണ്ടെണ്ണം കൂടെ നോക്കുന്നതൊന്ന് നോക്കാം. ഇതാണ് ഇതാണ് ആക്ടിവിറ്റി. ഈ ആക്ടിവിറ്റിയിൽ ഈ സിമ്പിൾസ് ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾ ഇനി ഇത് വരയ്ക്കുമ്പോഴും ഈ സമയത്ത് പ്രൊജക്റ്റ് ചെയ്യുമ്പോഴും ഒക്കെ ആവശ്യമായിട്ട് വരും. അതായത് സ്റ്റാർട്ട് നോഡ് ഇങ്ങനെ ഒരു സർക്കിളിനകത്ത് ബ്ലാക്ക് ആയിട്ട് കിടക്കും. പിന്നെ ആക്ഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഡയമണ്ട് ഷേപ്പ്. ഇതാണ് കൺട്രോൾ ഫ്ലോ, ഒരു ആരോ കൊടുക്കുക. ഡെസിഷൻ നോഡ് ഇവിടെ നിന്നാണ് പല ബ്രാഞ്ചായിട്ട് പോകുന്നത്. ഫോർക്ക് പറഞ്ഞ പോലെ പല ത്രെഡ് വന്ന് ഇതും പല ത്രെഡ് ചെയ്യുന്നതാണ് ഈ ജോയിൻ. ഇത് എൻഡ് സ്റ്റേറ്റ്. അപ്പൊ ഈ സിമ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സിമ്പിൾസ് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ ഇത് വെച്ച് വരച്ചിരിക്കുന്ന ഒരു എന്താ പറയണ്ടത് ഒരു ആക്ടിവിറ്റി ഡയഗ്രാം ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഈ പറയുന്ന സാധനം എല്ലാം വന്നിട്ടുണ്ട്. ഇത് വന്നിട്ടുണ്ട്, സ്റ്റാർട്ടിങ് വന്നിട്ടുണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് വന്നിട്ടുണ്ട്, ഫോർക്ക് വന്നിട്ടുണ്ട്, ആക്ടിവിറ്റി വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കാം, എന്താ ഡെസിഷൻ നോഡ് വന്നിട്ടുണ്ട്, കൺട്രോൾ ഫ്ലോ ഉണ്ട്, ആക്ഷൻ ഉണ്ട്, സ്റ്റാർട്ട് ഉണ്ട്, ഫോർക്ക് ഉണ്ട്. അപ്പം ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഫോർക്ക് ഉണ്ട്, ഇത് ഡെസിഷൻ നോഡാണ്, ഇതെല്ലാം ആക്ടിവിറ്റീസ് ആണ്, ഇത് സ്റ്റാർട്ട് ആണ്, ഇത് സ്റ്റോപ്പ് ആണ്. രണ്ടെണ്ണം കൂടെ വന്ന് ജോയിൻ ചെയ്യും. അതുപോലെ തന്നെ ഇത് ഫോർക്ക്.
രണ്ടെണ്ണം കൂടെ വന്ന് ജോയിൻ ചെയ്തു. അതായത് പാരലൽ, ശ്രദ്ധിക്കുക, പാരലൽ ആക്ടിവിറ്റീസ്. പാരലൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ സൈമുൾട്ടേനിയസ് ആക്ടിവിറ്റീസ്, നത്തിങ് ബട്ട് ത്രെഡാണ്. ആ ത്രെഡുകൾ രണ്ടും കൂടെ വന്ന് ജോയിൻ ചെയ്യുന്ന ഒരു ഫോർക്കാണ് കാണിക്കാം. ത്രെഡുകൾ വന്ന് ജോയിൻ ചെയ്യുന്ന ഇത്, രണ്ട് ത്രെഡ് ജോയിൻ ചെയ്യുന്ന ഇതാണ് ആവർത്തിക്കുക. പിന്നെ ഒരിടത്തുനിന്ന് രണ്ടിടത്തോട്ട് പോകും, അത് ഫോർക്കാണ്. അതായത് ശ്രദ്ധിക്കേണ്ടത്, ഇത് ഫോർക്ക് എന്ന് പറയുന്നത് ദാറ്റ് കംസ് ബിഫോർ ദ ത്രെഡ്. മനസ്സിലായി? ഫോർക്ക് എന്ന് പറയുന്നത് ത്രെഡിന് മുമ്പായിട്ടുള്ളൂ, ജോയിൻ എന്ന് പറയുന്നത് ത്രെഡ് കഴിഞ്ഞിട്ടു. അപ്പൊ ത്രെഡ് എന്താന്ന് നല്ല ഐഡിയ വേണം. ത്രെഡ് ഈ സൈമിൾട്ടേനിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പ്രോസസ്സസ് ആണ്. നമ്മളത് എക്സ്റ്റൻസ് ത്രെഡ് കൊടുത്താണ് ഇത് ചെയ്യുന്നത്. ഓർ ഇംപ്ലിമെന്റ്സ് റണ്ണബിൾ എന്ന് പറയുന്ന ഇന്റർഫേസ് ഉണ്ട്, അത് വെച്ചാണ് ഇത് ചെയ്യുന്നത്. ത്രെഡിന് മുമ്പായിട്ട് വരുന്ന രണ്ട് ഒരു ഇതാണ് ഫോർക്ക്. ത്രെഡ് കഴിഞ്ഞ് വരുന്നതാണ് ജോയിന്. ഇത് എൻഡ് സ്റ്റേറ്റ് ആണ്, ഇത് ആക്ടിവിറ്റി ആണ്, ഇത് ഡെസിഷൻ ആണ്, ഇത് എഗെയിൻ ആക്ടിവിറ്റി ആണ്, ഇത് ഡെസിഷൻ ആണ്, ഇതും ആക്ടിവിറ്റി ആണ്, ഇത് സ്റ്റാർട്ട് പോയിന്റ് ആണ്. ഇത് ആ ഫിഗർ ശരിക്കും മനസ്സിലാക്കുക. ഇത് യൂസ് കേസിന്റെയാണ്. യൂസ് കേസ് എന്ന് പറയുമ്പോഴത്തേന് ഇതൊരു കസ്റ്റമറാണ്. കസ്റ്റമർ കാറ്റലോഗിനെ ബ്രൗസ് ചെയ്യുന്നു, എന്നിട്ട് പിന്നെ സെയിൽസ് പേഴ്സണെ വിളിക്കുന്നു, പിന്നെ ഷിപ്പിംഗ് ഇൻഫോ കൊടുക്കുന്നു, പേയ്മെന്റ് കൊടുക്കുന്നു, കൺഫർമേഷൻ കൊടുക്കുന്നു. ഇത് യൂസ് കേസിനോട് കസ്റ്റമർ ഇന്ററാക്ട് ചെയ്യുക. എക്സാമ്പിൾ ഓഫ് യൂസ് കേസ്. ഇത് നിങ്ങളുടെ ബുക്കിൽ കിടക്കുന്ന ഒരു എക്സാമ്പിൾ തന്നെ. സിമിലർലി യൂസ് കേസിന്റെ സിമ്പിൾസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആക്ടർ അതിന്റെ സിമ്പിൾ, സിസ്റ്റത്തിന്റെ സിമ്പിൾ, യൂസ് കേസ്, ഇത് എക്സ്റ്റെൻഡ് ഇൻക്ലൂഡ്. ഇവിടെ എക്സ്റ്റെൻഡ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞ രണ്ട് ഇച്ചിരി കൺഫ്യൂസിങ് ആണ്. എക്സ്റ്റെൻഡ് മീൻസ് ഇപ്പൊ നമ്മളൊരു ലോഗിൻ ചെയ്യാൻ കൊടുക്കുകയാണെന്നുണ്ട് ഒരു പ്രോഗ്രാമിൽ. നിങ്ങൾ ഇനി ഒരു പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് ലോഗിന് കൊടുക്കുമ്പം that is considered as extend. ലോഗിൻ കൊടുക്കും. നേരെ മറിച്ച് നിങ്ങൾ ഒരു ഡേറ്റാബേസ് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു കമാൻഡ് കൊടുക്കുകയാണെങ്കിൽ അതിനെ പിന്നെ എന്താ പറയേണ്ടത്, ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ലോഗിൻ കൊടുക്കുകയാണെങ്കിൽ അത് ഇൻക്ലൂഡ്. ഒരു ഡേറ്റാബേസ് അപ്ഡേറ്റ് ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് എക്സ്റ്റെൻഡ്. അതായത് അതിന് ഒരു കൃത്യമായിട്ട് പറഞ്ഞാല് ഒരു കാര്യത്തിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ലോഗിൻ ചെയ്യുമ്പം ആക്ടർ ഇതിനകത്തേക്ക് വരാനാണ്. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യും, ആ സിമ്പിൾ കൊടുക്കും, ഇൻക്ലൂഡിന്റെ. നേരെ വെച്ചൊരു ഡേറ്റാബേസ് അപ്ഡേറ്റ് ചെയ്യാം, അവിടെ നമ്മൾ എക്സ്റ്റെൻഡ് കൊടുക്കും. ഇത് നിങ്ങൾ ഇതിന്റെ ഇത് വരച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഐഡിയ കിട്ടും. ഇതാണ് കൊളാബറേഷൻ ഡയഗ്രാം. ഒന്നുകൂടെ ഞാൻ പറയാം. ആക്ടിവിറ്റി ഡയഗ്രാം രണ്ടെണ്ണം ഉണ്ട്. ഒരു ആക്ടിവിറ്റി ഡയഗ്രാം എന്ന് പറഞ്ഞാൽ സീക്വൻസ് ഡയഗ്രാം, ദാറ്റ് ഷോസ് സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ്. അനദർ വൺ ഷോസ് കൊളാബറേഷൻ ഡയഗ്രാം, ദാറ്റ് ഷോസ് ആക്ടിവിറ്റി അറ്റ് എ പർട്ടിക്കുലർ ടൈം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ദിസ് ഇസ് എ J2ME പ്രോഗ്രാം. ഈ J2ME പ്രോഗ്രാം സെർവ്ലെറ്റ് ടു EJB യൂസ് ചെയ്തുകൊണ്ട് ഡേറ്റാബേസിൽ നിന്ന് ഇൻഫോർമേഷനെ റിക്വസ്റ്റ് ചെയ്യുന്നതാണ്. റിക്വസ്റ്റ് ചെയ്യുക, ഞാൻ സെർവ്ലെറ്റും റിക്വസ്റ്റ് ചെയ്യും, EJBയും റിക്വസ്റ്റ് ചെയ്യും, എന്നിട്ട് ഇത് റെസ്പോൺസ് കൊടുക്കും. തിരിച്ചാരോ ഉള്ളതാണ്, ആരോ ഇങ്ങോട്ടാണ്, ആരോ ഇങ്ങോട്ടാണ്, ആരോ ഇങ്ങോട്ടാണ്, ഇത് തിരിച്ച് ഇങ്ങനെ. അപ്പം അങ്ങോട്ടൊരു റിക്വസ്റ്റും ഇങ്ങോട്ടൊരു റെസ്പോൺസും. അപ്പൊ ഇതാണ് ശരിക്കും കൊളാബറേഷൻ ഡയഗ്രാം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് സീക്വൻസ് ഡയഗ്രാം ആണ്. സീക്വൻസ് ഡയഗ്രാം ഒബ്ജക്റ്റ് 1, അടുത്ത സീക്വൻസ് ഒബ്ജക്റ്റ് 2, പിന്നെ ഒബ്ജക്റ്റ് 3. മറ്റേ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ടൈമിൽ ഈ J2ME എന്ന് പറയുന്നത് ദാറ്റ് സെലക്ട്സ് ഡേറ്റ ഫ്രം ഡേറ്റാബേസ് യൂസിങ് സെർവ്ലെറ്റ് ആൻഡ് EJB. ഒറ്റ ടൈം, അറ്റ് എ ടൈമിലാണ് അത് കാണിക്കുന്നത്. ഇവിടെ
ഇത് കാണിക്കുന്നത് സീക്വൻസ് ആണ്. ഒബ്ജക്റ്റ് 1ൽ നിന്ന് ഒബ്ജക്റ്റ് 2ലേക്ക്, ഒബ്ജക്റ്റ് 2ൽ നിന്ന് ഒബ്ജക്റ്റ് 3ലേക്ക്. ഈ ലിങ്ക് ഒക്കെ നമ്മൾ പറഞ്ഞ തന്നെയാണ്, പക്ഷെ ഇപ്പോഴും അത് ഒരു ബിഹേവിയർ മോഡലിലും ഈ ലിങ്ക് വരുന്നുണ്ട്. ഇതാണ് explain internal parameters of the entire system that support all activities of an organization, interaction 3 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട്, ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ ആ സിമ്പിൾസ് എല്ലാം തന്നെ നോട്ട് ചെയ്യുക. നോട്ട് ഓൾ ദ സിമ്പിൾസ്. അതായത് ആക്ടിവിറ്റി ഡയഗ്രാമിന്റെയും പിന്നെ യൂസ് കേസ് ഡയഗ്രാമിന്റെയും സിമ്പിൾസ് എല്ലാം അതിനകത്തുണ്ട്. ആ സിമ്പിൾസ് എല്ലാം നോട്ട് ചെയ്യുക. അപ്പം ഒന്നുകൂടെ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞാല്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന പോർഷൻ ഈസ് behavioral model. Behavior model is nothing but that model which shows internal logic. That means it simply shows internal logic and does not show any activity. അപ്പം ഇന്റേണൽ ലോജിക്കിനെയാണ് അത് കാണിക്കുന്നത്. നേരെ വെച്ച് ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയ സ്ട്രക്ചറൽ മോഡലിലെ ലോജിക്ക് പോലും കാണിക്കുന്നില്ല. ദേ ഷോ ഓൺലി ക്ലാസസ്. ഈ ക്ലാസ്സുകളും ക്ലാസ്സിനോട് അസോസിയേറ്റ് ചെയ്ത റിലേഷനും കാണിക്കുന്നുണ്ട്. നോ അതർ ലോജിക്. ബിഹേവിയർ മോഡൽ ഇന്റേണൽ ലോജിക്ക് കാണിക്കും. ശരിക്കും ബിഹേവിയർ മോഡൽ പിന്നെ ആക്റ്റീവായിട്ട് വരുന്നത് ആക്ടിവിറ്റി ഡയഗ്രാംസ്. ആക്ടിവിറ്റി ഡയഗ്രാംസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ ആക്ടിവിറ്റീസ് സീക്വൻസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ആക്ടിവിറ്റീസ് കൊളാബറേഷൻ ആയിട്ടുണ്ട്. പിന്നെ ദർ ഇസ് യൂസ് കേസ്. യൂസ് കേസ് ഷോസ് ഡൈനാമിക് ബിഹേവിയർ. യൂസ് കേസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന എൻറ്റിറ്റിക്ക് പറയുന്ന പേരാണ് ആക്ടർ. അപ്പം യൂസ് കേസ് ഉണ്ട്, യൂസ് കേസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആക്ടർ ഉണ്ട്, സീക്വൻസ് ഓഫ് ഈവൻസ് ഉണ്ട്, കൊളാബറേഷൻ ഡയഗ്രാം ഉണ്ട്, ബിഹേവിയറൽ മോഡൽ ഉണ്ട്. ഇതിനൊക്കെയുള്ള മോഡൽസിനുള്ള സിമ്പിൾസ് ഉണ്ട്. പിന്നെ ലാസ്റ്റ് ആയിട്ട് വന്ന് പിന്നെ ക്രൂഡ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് പിന്നെ ക്രിയേറ്റ് ചെയ്യാനും റീഡ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും ഡിപ്പെൻഡൻസിക്കും എക്സിക്യൂട്ട് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പവേഴ്സ് കൊടുക്കുന്നതാണ്. അതിന്റെ ടേബിൾ ഉണ്ട്. പിന്നെ മൾട്ടി ത്രെഡിങ് എന്ന് പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ഉണ്ട്. മൾട്ടി ത്രെഡിങ് സിംപ്ലി മീൻസ് കൊളിഷൻ ബിറ്റ്വീൻ സൈമൾട്ടേനിയസ് ത്രെഡ്സ്. അതായത് സൈമൾട്ടേനിയസ് ആയിട്ട് പാരലൽ പ്രോസസ്സിങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിനെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് മൾട്ടി ത്രെഡിങ്. അതുപോലെ തന്നെ എക്സെപ്ഷൻ ഹാൻഡിൽ. അപ്പം ഇത്രയും കൺസെപ്റ്റുകൾ ഒന്നിച്ചു വരുന്നതാണ് നമ്മുടെ ഇത്രയും കൺസെപ്റ്റുകളെ നിങ്ങൾ ബിഹേവിയർ മോഡൽ ചെയ്യാം. ഇതിൽ എക്സെപ്ഷൻ മോഡലിങ്ങിന്റെയും അതുപോലെ തന്നെ മറ്റേതിന്റെയും അതുകൊണ്ട് കാണിച്ചേക്കാം. എക്സെപ്ഷൻ മോഡലിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ത്രെഡിങ്. ഈ രണ്ടെണ്ണത്തിന്റെയും കൂടെ ഒരു ഇത് അതുകൂടെ ഒന്ന് നോക്കി വെക്കുക. ഏറ്റവും ലാസ്റ്റ് വരുന്ന ആ രണ്ട് മോഡൽസ് അതായത് ഹയറാർക്കി ആയിട്ട് ഇത് കാണിച്ചിരിക്കുകയാണ്. മോഡലിംഗ് ഫാമിലി ഓഫ് സിഗ്നൽസ്. ഫാമിലി ഓഫ് സിഗ്നൽസ് ആണ് ഈ പറയുന്നത്. ഫാമിലി ഓഫ് സിഗ്നൽസ് എന്ന് പറയുമ്പോൾ ഇതെന്താ, ബാറ്ററി ഫോൾട്ട്, മൂവ്മെന്റ് ഫോൾട്ട്, വിഷൻ ഫോൾട്ട്, റേഞ്ചിങ് ഫോൾട്ട്. ഈ ഫോൾട്ട് എല്ലാം കൂടെ അണ്ടർ കംസ് ഹാർഡ്വെയർ ഫോൾട്ട്. ഹാർഡ്വെയർ ഫോൾട്ടിന് താഴെയായിട്ടാണ് ഇതെല്ലാം. ഇതൊരു റോബോട്ടിന്റെ സിഗ്നൽസിന്റെ മോഡലിംഗ്. ഇത്രയും ഫോൾട്ടുകൾ ഒന്നിച്ചു വന്ന് ഇതുണ്ടോ, ഇത് ഒരു മോട്ടറിന്റെ സിഗ്നലാണ്. ഇത്രയും ഫോൾട്ടുകൾ ഒന്നിച്ചു വന്നിട്ട് ഇതെല്ലാം കൂടെ ഹാർഡ്വെയർ ഫോൾട്ട് എന്ന് പറയുന്നതിനകത്തേക്ക് വരും. എന്നിട്ട് അത് റോബോട്ടിന്റെ സിഗ്നലായിട്ട് മാറും. പിന്നെ ഇവിടെ സിഗ്നല് കൊളീഷൻ സിഗ്നൽ എന്ന് പറഞ്ഞ് വേറെ സിഗ്നൽ. അപ്പം ഇതാണ് ടോപ്പ്. ഏതാ നമ്മുടെ സപ്പോസ് ലൈക്ക് അവർ ഹയറാർക്കി ഇൻഹെറിറ്റൻസ് പോലെ ദർ ഇസ് എ ടോപ്പ് ക്ലാസ്, എ ജനറലൈസേഷൻ ക്ലാസ്. അതിങ്ങനെ ടോപ്പ് ഒരു സിഗ്നലായിട്ട് വരും. ഈ സിഗ്നലിന് താഴെ ഇതൊരു ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ഇതും. ദിസ് ഈസ് ഹാർഡ്വെയർ ഫോൾട്ട്. ഹാർഡ്വെയർ ഫോൾട്ട് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ സൂപ്പർ ക്ലാസ് ഓഫ്
ബാറ്ററി ഫോൾട്ട്, മൂവ്മെന്റ് ഫോൾട്ട്, വിഷൻ ഫോൾട്ട്, റേഞ്ചിങ്. മോട്ടോ സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഇത് എന്തെന്ന് വെച്ചാല് ഇതുണ്ട്, ഇതൊരു ഇൻഹെറിറ്റൻസിന്റെ ഒരു ഫോമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് this is a hierarchy inheritance, this again is a hierarchy inheritance, this is a simple inheritance. ഇതാണ് ഇത് ഉണ്ടോ മോഡൽ ചെയ്തിരിക്കുന്നുണ്ടോ. This is hierarchy inheritance, again this is hierarchy inheritance, this is simple inheritance. ഈ ഇൻഹെറിറ്റൻസ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ അതിനെ എന്ത് പറയും, പല ടൈപ്പ് ഇൻഹെറിറ്റൻസിനെ കമ്പൈൻ ചെയ്ത് വന്നതുകൊണ്ട് അവിടെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുക, അവിടെ നമ്മൾ ഇംപ്ലിമെന്റ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. ഇതിനകത്ത് ഒരു കാര്യം ഇതാണ്, നിങ്ങൾ ഈ ഫിഗറിങ് ഇതെല്ലാം കാരണം യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഓബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റ് ബിഹൈൻഡ് ദാറ്റ് ഫിഗർ. മനസ്സിലായി ഞാൻ കരുതുന്നു. ഇതാണ് മോഡലിംഗ് എക്സെപ്ഷൻ. ഇത് എക്സെപ്ഷൻ ആണ്. എക്സെപ്ഷൻ്റെ അകത്ത് സെറ്റ് ഫസ്റ്റ് ഹാൻഡർ, ലാസ്റ്റ് ഹാൻഡർ, ഡ്യൂപ്ലിക്കേറ്റ്, ഓവർഫ്ലോ, അണ്ടർഫ്ലോ, ഇങ്ങനെ ആഡ്, റിമൂവ്. അതായത് ഇതിനകത്ത് പറയുന്ന ഇത്രയേ ഉള്ളൂ, ഒരു അവിടെ എക്സെപ്ഷനും ഒരു ഹയറാർക്കി ആയിട്ടാണ് പറയുന്നത്. ഒരു മെയിൻ എക്സെപ്ഷൻ, അതിനകത്ത് സബ് എക്സെപ്ഷൻസ് കാണിച്ചിരിക്കുക. നമ്മുടെ പ്രോഗ്രാമിൽ പക്ഷേ അതില്ല, അവിടെ ഒറ്റ എക്സെപ്ഷനേ ഉള്ളൂ. ഈ ഒരു എക്സെപ്ഷൻ അതിന് പല സബ് എക്സെപ്ഷൻ. അപ്പൊ ആ എക്സെപ്ഷൻ ത്രോ ചെയ്യുന്ന സമയത്ത് അതിലെ ഏതെങ്കിലും ഒരു സബ് എക്സെപ്ഷൻ ആണ് വരുന്നതെങ്കിൽ കറക്റ്റ് ആ സബ് എക്സെപ്ഷൻ ത്രോ ചെയ്യും. മനസ്സിലായ? ജനറൽ എക്സെപ്ഷൻ, ഇപ്പം ജി എന്നൊരു എക്സെപ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ജനറൽ എക്സെപ്ഷൻ ത്രോ ചെയ്യുകയാണെങ്കിൽ ജനറൽ എക്സെപ്ഷന്റെ അകത്ത് E1 എന്നൊരു എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ കറക്റ്റ് ആ E1 എന്ന് പറയുന്ന എക്സെപ്ഷൻ ആണ് ത്രോ ചെയ്തിരിക്കുന്നത് ഇത് പറയും. ഇനി E1, E2, E3 ത്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ജനറൽ എക്സെപ്ഷൻ ത്രോ ചെയ്തതായിട്ട് ഇത് പറയും. ഇതാണ് മോഡലിംഗ് ഓഫ് എക്സെപ്ഷൻ എന്ന് പറയുന്നതിന്റെ ആ കൺസെപ്റ്റ് വരും. അത് ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ്. നിങ്ങൾ നോക്കുമ്പം ആ നോട്ട്സും കൂടെ ഒന്ന് നോക്കുക. അല്ല, നോട്ട്സ് നോക്കുമ്പോൾ ഞാൻ ഈ പവർ പോയിന്റ് അയച്ചു തരാം, ഈ പവർ പോയിന്റും കൂടെ ഒന്ന് നോക്കുക. പിന്നെ ഇതിനകത്ത് തിയറി ആയിട്ട് എഴുതിയിരിക്കുന്ന സംഗതികൾ, തിയറി ആയിട്ടുള്ള കാര്യങ്ങളും ഒന്ന് റീഡ് ചെയ്യുക. ഞാനത് നിങ്ങളുടെ നോട്ട്സിലുള്ള മെയിൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇത് പറയുന്നുണ്ട്, ഇന്ററാക്ഷൻ ഡയഗ്രാം എന്താണ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. വിഷ്വലൈസ് ഇന്ററാക്റ്റീവ് ബിഹേവിയർ ഓഫ് എ സിസ്റ്റം യൂസ് ടു മോണിറ്റർ ഡൈനാമിക് ബിഹേവിയർ. സീക്വൻസ് ഡയഗ്രാം പറയുന്നുണ്ട്, കൊളാബറേഷൻ ഡയഗ്രാം പറയുന്നുണ്ട്, ആക്ടിവിറ്റി ഡയഗ്രാം പറയുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന ഡയഗ്രാമും ഈ കാര്യങ്ങളൊക്കെ പറയുക, അത് പിന്നെ നിങ്ങളുടെ തന്നെ ലാംഗ്വേജിൽ നിങ്ങളുടെ തന്നെ രീതിയിൽ അത് എഴുതാൻ നോക്കുക. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു വൈൻഡപ്പ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് സ്റ്റാർട്ട് ചെയ്തു. ഊപ്സ് എന്ന് പറയുന്ന ഇതിനെപ്പറ്റി സ്റ്റാർട്ട് ചെയ്തു. Then we came to structural modeling. Then we came to behavioral modeling. Structural modeling നമ്മൾ ഇന്നലെ കാണിച്ച സമയത്ത് നമ്മൾ ഒരു പോർഷൻ നമ്മൾ വിട്ട് കാണിച്ചിരുന്നു. ലെഫ്റ്റ് സൈഡിലേക്ക് സ്ട്രക്ചറൽ മോഡലിംഗ് വന്നു, റൈറ്റ് സൈഡിലെ ഒരു പോർഷൻ വിട്ട് കാണിച്ചിരുന്നു. ആ വിട്ട് കാണിച്ചിരിക്കുന്ന പോർഷനാണ് നമ്മുടെ ഇന്നത്തെ ബിഹേവിയറൽ മോഡലിംഗ് എന്ന് പറയുന്നത്. അപ്പം സ്ട്രക്ചറൽ മോഡലിംഗിൽ ഇറ്റ് ഷോസ് ഓൺലി സ്ട്രക്ചർ. മറ്റടുത്ത് പിന്നെ ബിഹേവിയർ മോഡലിംഗില് ആ സിസ്റ്റം എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതിന്റെ സ്റ്റാർട്ടിങ് തുടങ്ങും. എല്ലാം കാണിക്കില്ല, ഇന്റേണൽ ലോജിക്ക് കാണിക്കുന്നു. ദെൻ ഇറ്റ് കംസ് ടു ആക്ടിവിറ്റി, സീക്വൻസ്, കൊളാബറേഷൻ, ഇത് ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുള്ളൂ. പക്ഷെ ഒരു മെയിൻ ആയിട്ട് ഇതിനകത്ത് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ദീസ് കൺസെപ്റ്റ്സ് ആർ ഇംപ്ലിമെന്റ്. കാരണം എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്ന് കാണിച്ചു മാത്രം. കാരണം ഇത് ഡിസൈൻ ഫേസിന്റെ കാര്യം മാത്രമാണ് ഈ പറയുന്നത്. ഡിസൈൻ ഫേസിലെ ഈ നിങ്ങൾക്ക് ക്ലാസ് വരയ്ക്കാം, ക്ലാസ് എടുത്തു, ക്ലാസിന്റെ ഡേറ്റ മെമ്പേഴ്സ് കൊടുത്തു, ഫങ്ഷൻസ് കൊടുത്തു. ഇപ്പൊ ഒരിടത്ത് ഒരു ഫംഗ്ഷൻ പ്ലസ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സെക്യൂരിറ്റി പ്രശ്നം ഉണ്ടായതാണെങ്കിൽ അവിടെ നിങ്ങൾ പ്രൈവറ്റ് ആക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഈ മെത്തേഡ്സിനകത്ത് മൈനസ് കൊടുക്കും. ഈ കാര്യങ്ങളെല്ലാം ചെയ്യാം. നമുക്കിപ്പം ക്ലോസ് ചെയ്യാം. ഓക്കെ.